സകല ലോകത്തിന്റെയും രാജാവും എന്റെ കർത്താവുമായ നമ്മുടെ ദൈവവും വാഴ്ത്തപ്പെട്ടു. ആ ധന്യവും നിസ്തുല്യവുമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്റെ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ നമുക്ക് കർത്താവിന്റെ വചനവുമായി തിരുമ്പാകിരിപ്പാനും ദൈവവചനം ഒരുമിച്ച് വിചിന്തനം ചെയ്യുവാനും ദൈവം നൽകിയ വലിയേറിയ അവസരത്തിനായി സകല മഹത്വവും പുകഴ്ചയും ഞാൻ കർത്താവിന് അർപ്പിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഇന്നത്തെ ക്ലാസ് എന്താ, മർക്കോസിന്റെ സുവിശേഷം പഠിച്ചു തുടങ്ങും എന്നാണ്. ഡീറ്റെയിൽഡ് സ്റ്റഡി അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സബ്ജക്റ്റ് ബെത്ലഹേം ടു മൗണ്ട് ഒലിവ് ആണല്ലോ. അതിന്റെ രേഖാചിത്രങ്ങൾ നൽകുന്ന 4 സുവിശേഷങ്ങളിലെ ഒന്ന് ടച്ച് ചെയ്ത് വേണം നമുക്ക് ആ വിഷയത്തിനകത്തുടർന്ന് പോകാൻ. അതിനുവേണ്ടി മാത്രം ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ തിങ്കളാഴ്ചത്തെ ക്ലാസ്സിൽ മത്തായിയുടെ സുവിശേഷം അല്ലെങ്കിൽ അതിന്റെ ഒരു ചെറിയ ഒരു വിവരണം മാത്രം പറഞ്ഞ് അത് അവസാനിപ്പിച്ചു. ഇന്ന് മർക്കോസിന്റെ സുവിശേഷമെന്ന് ഞാൻ മുൻകൂട്ടി പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റു വിഷയത്തിലേക്കെങ്ങും പോകാതെ നമുക്ക് മത്തായി എഴുതിയ സുവിശേഷം എന്ന ആ വിഷയത്തിലേക്ക് വരാം. ഈ നാളുകളിൽ ഞാൻ ഒരു കാര്യം ഒന്ന് എടുത്തു പറയുകയാണ്. ഒരു ബൈബിൾ ക്ലാസ് എന്ന നിലയിൽ അത് പറഞ്ഞു തരേണ്ട ഉത്തരവാദിത്വം എന്റെ മേൽ കിടക്കുന്നത് കൊണ്ട് ഞാൻ പറയുകയാണ്. ഞാൻ എൻ്റെ ഇപ്പൊ 34ാമത്തെ വർഷമാണ് ശുശ്രൂഷയിലായിട്ട്. ഞാൻ വാഴൂർ SVR NSS കോളേജിൽ പ്രീഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ആദ്യ സഭായോഗം നടന്നത്. ഇന്നിപ്പോ പ്രീഡിഗ്രി ഒന്നുമില്ല, അന്ന് പ്രീഡിഗ്രി ഉള്ള സമയമാണ്. പ്രീഡിഗ്രി പഠിക്കുന്ന സമയത്താണ് ഞാൻ ആദ്യ സഭായോഗം നടത്തുന്നത്. ഞാൻ രക്ഷിക്കപ്പെടുന്ന 8ാമത്തെ വയസ്സിലാണ്. 12ാമത്തെ വയസ്സിലാണ് ഞാൻ എന്നെ തന്നെ കർത്താവിന്റെ വേലയ്ക്ക് കൊണ്ട് സമർപ്പിക്കുന്നത്. എന്റെ സ്കൂൾ ജീവിതം മുതലേ പിള്ളേരെല്ലാം എന്നെ ഉപദേശിച്ച് വിളിക്കുന്നത്. ഞാൻ അതൊക്കെ പറഞ്ഞെന്ന് വെച്ചറിയാമോ, എന്റെ സാക്ഷ്യം പറയാനായിട്ടല്ല, ഇത്രയും നാളത്തെ ശുശ്രൂഷയിൽ ഞാൻ ചെന്ന ഇടങ്ങളിലൊക്കെ വളരെ എംഫസിസ് ചെയ്ത് പറയുന്ന ഒരു കാര്യമുണ്ടായി. അത് വേറൊന്നുമല്ല, ദൈവസഭയിൽ ദൈവജന പഠനം വളരെ അനിവാര്യം. DL മൂടി പറഞ്ഞിരിക്കുന്നത് ദൈവജന പഠനം ഇല്ലാത്ത സഭ ചത്ത സഭയാണ്. DL മൂടി പറഞ്ഞില്ലെന്നുള്ളത് എനിക്ക് വിഷയമല്ല, പക്ഷെ തിരുവഴുത്ത് നമ്മെ വളരെ അനുശാസിക്കും. അതിന്റെ വലിയ ഭവിഷ്യത്തുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. ഈ ദിവസങ്ങളിലൊക്കെ ഫേസ്ബുക്കിൽ വരുന്ന ചില മെസ്സേജുകൾ ഞാൻ അങ്ങനെ നോക്കുന്ന കൂട്ടത്തിലല്ല. പക്ഷെ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്കറിയാം, ഞാൻ ശാരീരികമായി അല്പം ക്ഷീണത്തോടെ 2 ദിവസം കട്ടിലെ തന്നെ കടന്നപ്പോൾ ഇതൊക്കെ ചുമ്മാ നോക്കി. അന്നേരം എനിക്ക് വാസ്തവത്തിൽ വലിയ മനപ്രയാസം ഉണ്ടായി. ഒരു കാലത്ത് കർത്താവിന് വേണ്ടി നന്നായി അധ്വാനിച്ച ഒരു ദൈവദാസൻ, ഇപ്പൊ അദ്ദേഹത്തെ ദൈവദാസൻ എന്ന് പറയേണ്ട കാര്യമില്ല, നേരെ വിരുദ്ധമായി ദൈവജനത്തിന് വിരുദ്ധമായ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു ഫേസ്ബുക്കിലെ മെസ്സേജസുകൾ ഞാൻ കണ്ടു. കർത്താവിന് ഒരു കാരണവശാലും വരികയില്ലെന്നും, കർത്താവ് വന്നിട്ട് ഇവിടെ ഒന്നും ചെയ്യാനില്ലെന്നും, അതൊക്കെ AD 70 നടന്നെന്നും, തൻ്റെ ഇടം ഉണ്ടെങ്കിൽ മത്തായി 10:21 വിവരിക്കണമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് കൊടുത്തിരിക്കുന്നത്. ജോൺ ലോറൻസ് മുതലായ ആളുകൾ അതിനൊക്കെ സപ്പോർട്ട് ചെയ്തും ഒക്കെ നിൽക്കുന്നു. ഞാൻ പണ്ടും പറയുമായിരുന്നു, ഈ ആവശ്യമില്ലാത്ത ചവറുകളൊക്കെ സഭയിൽ നിന്ന് മാറ്റി ജനത്തെ നന്നായി വചനം പഠിപ്പിക്കണമില്ല എന്നുണ്ടെങ്കിൽ, ഈ പത്രോസ് പറയുന്നത് മറ്റുള്ളവരൊക്കെ അന്ത്യകാലം എന്ന് പറയുമ്പോൾ പത്രോസ് അത് കുറച്ചുകൂടെ എംഫസിസ് ഇത് പറയുന്നുണ്ട്. പത്രോസും യോഹന്നാനും ഒക്കെ പറയുന്നുണ്ട്. ഒടുവിലാകുമ്പോൾ അന്ത്യകാലം നല്ല എന്തോന്ന് അന്ത്യകാലം എന്ന് പറഞ്ഞ ആൾക്കാർ ഇറങ്ങുന്നു. എന്താ അന്ത്യകാലം? അപ്പോസ്തലപ്രവൃത്തി 2 ആരംഭിച്ചെങ്കിൽ യോഹന്നാൻ അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ ഇത് അന്ത്യനാളെന്നല്ല അന്ത്യനാഴികയാകുന്നുവെന്ന്, അന്ത്യനാളിന്റെയും എൻഡിങ്ങിലാണ് ഞാൻ നിങ്ങൾ നിൽക്കുന്നതെന്ന് അർത്ഥം. ഓക്കെ, ഞാനിപ്പോ അത് പറയാനായിട്ട് ഇപ്പൊ വിശുദ്ധ തിരുവഴുത്തിലെ വാക്യങ്ങൾ എടുത്ത് തന്നെ യേശുക്രിസ്തു വരികയില്ലെന്നും സ്വർഗമില്ല നരകമില്ല ഇതൊക്കെ പോഷത്വമാണ്, നിങ്ങളെ കളിപ്പിക്കുകയാണ്, AD 70 കർത്താവ് വന്നേച്ച് പോയെന്നും ഒക്കെയാണ്. അവർക്ക് അവരുടെ ന്യായങ്ങളും ഒക്കെ ഉണ്ട്. ഞാൻ അതിനൊന്നും എതിർക്കുന്നില്ല. നമ്മുടെ മുമ്പിലും ഇങ്ങനെയുള്ള സംഗതികൾക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ന്യായമായ ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടാണ് എന്നോട് ഒരാൾ ഇതേ കാര്യം സംസാരിച്ചപ്പോൾ, അതുകൊണ്ട് ഇനി വരത്തില്ല, കർത്താവ് വന്നിട്ട് പോകാനിരിക്കുക എന്നുള്ള ചിന്തയും പറഞ്ഞു. ഞാൻ പറഞ്ഞു,
കർത്താവ് വരുമ്പോൾ നിങ്ങൾ പോകണ്ട, ഞങ്ങൾക്ക് പോകാമല്ലോ, അതിന് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ വരണ്ടെന്നേ. കർത്താവ് വരികയല്ലെങ്കിൽ വേണ്ട, അത് നിങ്ങൾക്ക് വരികയല്ലായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് വരുക, നിങ്ങൾ അതിന് തടസ്സപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഞാൻ അനുഭവിച്ചു. ഞാൻ ഈ പറഞ്ഞത് നമ്മുടെ ക്ലാസ്സുകളൊന്നും അതുകൊണ്ട് നിസ്സാരമായിട്ട് നിങ്ങൾ കാണരുത്. മുന്നോട്ട് ചെല്ലും തോറും കൂടുതൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന, കഴിയുമെങ്കിൽ വൃതന്മാരെ കൂടെ തെറ്റിക്കുമെന്ന് കർത്താവ് പറഞ്ഞത് വെറുതെ അല്ല. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ പലപ്പോഴും ഓർക്കും, ഞാൻ മുമ്പ് ഒരു ക്ലാസ്സിൽ പറഞ്ഞത്, നമ്മളൊക്കെ വെളുപ്പിനെ എഴുന്നേൽക്കുന്നത് ഒരു കാലത്ത് ഒരു പാട്ട് കേട്ടോണ്ടായിരുന്നു, ആശ്വാസദായകൻ യേശു നയിക്കുന്ന ആത്മീയ യാത്രയിൽ പങ്കുചേരൂ എന്ന് പറഞ്ഞൊരു പാട്ടും കേട്ടോണ്ടാണ് ഞാൻ ഓർക്കുന്നുണ്ട്. വെളുപ്പിനെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചിരുന്ന് കഴിഞ്ഞ് വളരെ ഭക്തിയോടെ ഇരിക്കുകയായിരുന്നു ആ സന്ദേശം കേൾക്കാൻ. പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് തിരുവല്ലായിൽ നിന്ന് ഒരു അമ്മച്ചി ചെയ്തൊരു കത്ത് ഞാൻ വായിക്കട്ടെ, പ്രിയ ചായ കുടിക്കരുതേ എന്നൊക്കെ പറഞ്ഞ് ഒരു കത്തുമൊക്കെ വായിച്ച് ആ സന്ദേശമൊക്കെ കേട്ടാണ് ആത്മീയ യാത്ര തുടങ്ങിയത്. ഞാൻ ആരെയും വ്യക്തിപരമായി അവഹേളിക്കാൻ വേണ്ടി പറയുകയല്ല, പക്ഷെ ആ യാത്ര ഇന്ന് എവിടെ ചെന്നിരിക്കുന്നു എന്ന് നിങ്ങൾ ആലോചിക്കണം. ആയിരക്കണക്കിന് ആളുകളെ രക്ഷയിലേക്ക് കൊണ്ടുവന്ന, നമ്മുടെ കൺമുൻപിൽ ജീവിക്കുന്ന സാക്ഷികളായിട്ടുള്ളവർ, പക്ഷെ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഏത് രൂപത്തിലാണ്, ഏത് അവസ്ഥയിലാണ് എന്നുള്ളത് നിങ്ങൾ വളരെ ചിന്തിക്കണം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് അവരുടെ ജീവാവസാനമോർത്ത്, ജീവാരംഭമോർത്തെന്നല്ല, ജീവാവസാനമോർത്ത് എന്ന് പറയാൻ കാരണം, ആരംഭം വളരെ ഗൗരവത്തോടും കാര്യഗൗരവത്തോടൊക്കെ തന്നെയായിരിക്കും, പക്ഷെ ഹൗ ദേ ഫിനിഷ് ദർ കോഴ്സ്, എങ്ങനെ അവർ ആ ഓട്ടം ഓടി തികച്ചെന്നുള്ളതാണ് വിഷയം. അപ്പോൾ വി ഹാവ് ടു ബി വെരി സീരിയസ് ഇൻ അവർ ഓൾ ക്ലാസ്സസ്. നമ്മുടെ ക്ലാസ്സിലൊക്കെ വളരെ ഗൗരവത്തോടെ, നിങ്ങൾ തമ്മിൽ തർക്കിക്കാനോ ഒന്നിനു വേണ്ടിയല്ല, നമുക്ക് ആത്മിക വർധന വരുത്താനും വചനത്തെ അടുത്തറിയാനും സർവോപരി നമുക്ക് നമ്മുടെ നിത്യത ഉറപ്പാക്കാനും ഉതകുക എന്ന ലക്ഷ്യത്തോടെ മാത്രമായിരിക്കണം നമ്മുടെ പഠനങ്ങൾ. സംശയങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, നിരവധി സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഞാനിപ്പോൾ അതിനുവേണ്ടി സമയം വിട്ടുകൊടുക്കാത്തത്, നമ്മൾ ഓരോ ഭാഗം പഠിച്ച് മുന്നോട്ട് വരുമ്പോൾ ആ സംശയങ്ങളൊക്കെ 100% ക്ലിയർ ആയി പോകും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ്. എന്തായാലും നമുക്ക് ക്ലാസ് തീരുമ്പോൾ സംശയം ചോദിക്കാനുള്ള സമയം ഞാൻ തരാം. അപ്പോൾ നിങ്ങൾ ചോദിക്കുകയും എനിക്കറിയാവുന്നതാണ് ഞാൻ മറുപടി പറയുക, ഇല്ലെങ്കിൽ ഞാൻ ചോദിച്ച് മനസ്സിലാക്കി മറുപടി പറയുകയും ചെയ്തോളാം. ഇല്ല എന്നുണ്ടെങ്കിൽ അറിയത്തില്ലെന്ന് പറഞ്ഞാൽ ദോഷമൊന്നുമില്ലല്ലോ, നമുക്ക് അങ്ങനെ മുന്നോട്ട് നീങ്ങാം, മടങ്ങി വരും. അപ്പോൾ മർക്കോസിന്റെ സുവിശേഷം, മത്തായി സുവിശേഷം എഴുതിയ വിധം ഞാൻ ഓർപ്പിച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. മത്തായിയുടെ ക്യാരക്ടർ അറിയാൻ, താൻ ഒരു ചുങ്കക്കാരനായിരുന്നു, അവരുടെ ക്യാരക്ടർ എന്താണെന്നൊക്കെ മുൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്, അതൊന്നും ഞാൻ തോന്നുന്നില്ല. മർക്കോസ്, നമുക്ക് ആ പുസ്തകത്തിലേക്ക് ഒന്ന് വന്ന് മർക്കോസിനെ ഒന്നും മനസ്സിലാക്കിയിട്ട് ആ പുസ്തകത്തിലൂടെ പെട്ടെന്നൊന്ന് ഓടി അടുത്ത പുസ്തകത്തിലേക്ക് ഒന്ന് പോകാം എന്ന് ഞാൻ ആഗ്രഹിക്കുക. ഇന്ന് അടുത്ത പുസ്തകത്തിൽ പോകാനൊക്കത്തില്ല എങ്കിൽ ഈ മർക്കോസിന്റെ സുവിശേഷത്തെ കുറിച്ച് എനിക്ക് പെട്ടെന്ന് ഒരു 16 അധ്യായം ജസ്റ്റ് ഒന്ന് ചൂണ്ടിക്കാണിക്കുക എന്ന് മാത്രം ഞാൻ ഉദ്ദേശിക്കുന്നു. ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് ആ പേരിന് പ്രത്യേകതയുണ്ട്. മർക്കോസ് അല്ലേ? ആ തന്റെ ആദ്യത്തെ പേര് മാർക്കസ് എന്നാണ്. മാർക്കസ്, നമ്മൾ മലയാളത്തിൽ മാർക്കോസ് എന്ന് പറയുന്നെങ്കിലും മാർക്കസ് എന്നാണ്. അത് എന്താ പറയാ, റോമൻ നെയിം. അപ്പോ അതിന്റെ കാരണം മർക്കോസിന്റെ ഫാമിലിക്ക്, പിതാവിനൊക്കെ റോമൻ എന്താ പറയാ അധികാരികളൊക്കെ നല്ല ബന്ധവും, അപ്പോൾ തന്നെ അവരെ ആ കാലത്ത് ഭരിക്കുന്ന റോമൻ ഗവൺമെന്റും ആണല്ലോ. അപ്പോൾ അവരോടുള്ള ഒരു പ്രതിബദ്ധത നിമിത്തമാണ് മാർക്കസ് എന്ന പേരിട്ടത്, മാർക്കസ്. പക്ഷെ ഒരു പ്രശ്നം, യഹൂദന്മാരെ സംബന്ധിച്ചുള്ള യെരുശലേം ദേവാലയത്തിൽ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി ഒരു കുഞ്ഞിനെ കൊണ്ടുവരുമ്പോൾ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒരു ജ്യൂഷ് നെയിം ഉണ്ടായിരിക്കും. ജ്യൂഷ് നെയിം മനസ്സിലായോ? ഒരു എബ്രായ പേര്, ഒരു യഹൂദ നാമം ഉണ്ടായിരിക്കണം. അത് അപ്പനിൽ നിന്നുള്ളതായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? നമുക്കറിയാമല്ലോ, നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മകന് പേരിട്ടപ്പോൾ ചാണ്ടി ഉമ്മനായിട്ടതല്ലേ? പെട്ടെന്ന് ഓർക്കാൻ വേണ്ടി ഞാനിത് പറഞ്ഞാണ്. കണ്ടോ, അപ്പനിൽ നിന്നാണ് ആ പേര് വന്നത് എന്ന് പറഞ്ഞതുപോലെ യഹൂദ നെയിം വേണം ദേവാലയത്തിൽ പ്രതിഷ്ഠയ്ക്ക് കൊണ്ടുവരുമ്പോൾ നൽകേണ്ടത്. അത് അവരുടെ ഒരു എന്താ പറയാ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു നിയമമാണ്. അങ്ങനെയാണ് മർക്കോസിന് യോഹന്നാൻ എന്ന് പേരിട്ടത്.
ഇപ്പൊ മർക്കോസിന്റെ മറ്റൊരു പേര് നമുക്ക് കിട്ടി, എന്ത്? യോഹന്നാൻ. എവിടെയാണ് അങ്ങനെ എഴുതിയിട്ടുള്ളത്? ക്യാൻ യു ഗിവ് മീ ദ റെഫറൻസ്? മർക്കോസിന് യോഹന്നാന്റെ പേരുള്ളതായിട്ട് എവിടെ എഴുതിയിരിക്കുന്നത്? എനി ഐഡിയ? നിങ്ങൾ എടുത്ത് വരുമ്പോൾ പക്ഷെ സമയം പോകുന്നു, ഞാൻ തന്നെ അങ്ങ് പറയാം, എടുത്തങ്ങ് വായിച്ചാൽ മതി ആരെങ്കിലും. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 12 വേഴ്സസ് 12. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിന്റെ 12-ാമത് വാക്യം എന്ന് വായിക്കാമോ? അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം 12-ാമത് വാക്യം. ഇങ്ങനെ ഗ്രഹിച്ച ശേഷം അവൻ മർക്കോസ് എന്ന് മറുപേരുള്ള യോഹന്നാന്റെ അമ്മ മറിയയുടെ വീട്ടിൽ ചെന്നു. അവിടെ അനേകർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. താങ്ക് യു സോ മച്ച്. അതാരായിരുന്നു വായിച്ചത്? ആളെ കാണാനില്ല, ഗ്രേസ്. ശബ്ദം കേട്ടു. ആരായിരുന്നാലും താങ്ക് യു. എന്തോ? ഗ്രേസ്. ഗ്രേസ്. ഓക്കെ 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 ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ നിങ്ങൾ ആ വാക്യം ശ്രദ്ധിച്ചായിരുന്നോ? മർക്കോസ് എന്ന യോഹന്നാൻ, അല്ലെങ്കിൽ യോഹന്നാൻ എന്ന മർക്കോസ്. യോഹന്നാൻ മർക്കോസ് അല്ലേ? മർക്കോസ് യോഹന്നാൻ ഏതുവാകട്ടെ, മർക്കോസ് എന്ന യോഹന്നാൻ. അപ്പൊ അതിന് രണ്ട് കാര്യം കിട്ടിയല്ലോ. അപ്പൊ മർക്കോസിന്റെ മറ്റൊരു പേര് കിട്ടി, യോഹന്നാൻ. നിങ്ങൾ ആ വാക്യം ശ്രദ്ധിച്ചായിരുന്നോ? അതൊരു ഇൻസിഡന്റിനെ കുറിച്ചാണ് പറഞ്ഞത്. ഒന്നുകൂടെ ഒന്ന് വായിക്കാമോ ആ വാക്യം? നമുക്ക് ആവശ്യമുള്ളത് കൊണ്ടാണ്. ഇങ്ങനെ ഗ്രഹിച്ച ശേഷം അവൻ മർക്കോസ് എന്ന മറുപേരുള്ള യോഹന്നാന്റെ അമ്മ മറിയയുടെ വീട്ടിൽ ചെന്നു. അവിടെ അനേകർ ഒരുമിച്ച് മതി. പത്രോസിന്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന രംഗമാണ്. അതെവിടാ പ്രാർത്ഥിക്കുന്നത്? മർക്കോസ് എന്ന യോഹന്നാന്റെ വീട്ടിൽ. ഈ സുവിശേഷന്റെ കക്ഷിയുടെ വീട്ടിലെ കാര്യം ഞാൻ ഈ പറഞ്ഞു. ക്ലിയർ ആയോ? അപ്പോൾ മർക്കോസ് എന്ന യോഹന്നാൻ, അവിടെയാണ് ഈ പ്രാർത്ഥനയൊക്കെ നടക്കുന്നത്. ഞാൻ അങ്ങോട്ട് വരികയാണേ. അപ്പോൾ അവർക്കൊരു ജൂയിഷ് നെയിം ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെയാണ് യോഹന്നാൻ. യോഹന്നാൻ ഹായ് അല്ല ഖ ആണ് നമ്മൾ ഉച്ചരിക്കേണ്ട വാസ്തവത്തിൽ. യോഹന്നാൻ, യോക്, ആ ശബ്ദമാണ് കറക്റ്റ് പറഞ്ഞത്, യോഹന്നാൻ. പക്ഷെ നമ്മുടെ പുസ്തകത്തിൽ ഹായ് ആണ് എഴുതിയിരിക്കുന്നത്. അവിടെ നമ്മൾ എല്ലാ വിഷയത്തിലും വെറും ഹ പോട്ടെ, എന്തു പറഞ്ഞാലും ഹ അല്ലേ? ഞാൻ ആ പ്രൊനൗൺസിയേഷന്റെ ഇത് പറഞ്ഞുള്ള യോഹന്നാൻ. ഓക്കെ, മർക്കോസ് എന്ന യോഹന്നാൻ. ഒരു കാര്യം മനസ്സിലാക്കണേ, ഈ യോഹന്നാൻ അഥവാ മർക്കോസിന്റെ അപ്പനായ യോഹന്നാൻ, അല്ലെങ്കിൽ മർക്കോസ് യോഹന്നാൻ, മർക്കോസ് എന്ന പേരുള്ള യോഹന്നാൻ. യോഹന്നാൻ എന്നുള്ളത് ആരുടെ പേരാണ്? മർക്കോസിന്റെ അപ്പന്റെ പേരാണ്. അത് മറക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, അപ്പനിൽ നിന്നാണ് ആ പേര് വരുന്നത്. മക്കൾക്കിട്ട പേര് അപ്പന്റെ പേര് ചേർത്താണ്. അതാണ് മർക്കോസ് എന്ന യോഹന്നാൻ എന്ന് പറയാൻ കാര്യം. ഇനി ശ്രദ്ധിക്കണം, മർക്കോസിന്റെ അപ്പനായ യോഹന്നാന് യെരൂശലേം നഗരത്തിൽ ആ കാലത്ത് സ്വന്തമായ വീടുള്ള മനുഷ്യനായിരുന്നു. നിങ്ങൾ എന്റെ കൂടെ പറഞ്ഞേ, ഇതൊക്കെ നമുക്ക് വളരെ എസെൻഷ്യലാണ്. അല്ലെ, ദൈവാത്മാവ് വെളിപ്പെടുത്തി തന്നൊന്നും പറയരുത്. ഇത് കൃത്യമായിട്ട് അവിടെ നമുക്കിത് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതിന്റെ എല്ലാ ഈ ട്രാക്കും അതിന്റെ കണക്ഷൻസും കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ മർക്കോസിന്, അല്ലെങ്കിൽ മർക്കോസിന്റെ അപ്പനായ യോഹന്നാന് യെരൂശലേം നഗരത്തിൽ സ്വന്തമായ വീടുള്ള ആളായിരുന്നു. അപ്പൊ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ആ കാലത്ത് യെരൂശലേമിൽ സ്വന്തമായ ഒരു വീടുണ്ടാകുക എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് ഹി ഷുഡ് ബി എ റിച്ച് പേഴ്സൺ. അവനൊരു ധനാഢ്യനായിരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയം. അല്ലെങ്കിൽ യെരൂശലേമിലൊക്കെ ആ കാലത്ത് സ്വന്തമായിട്ടൊരു വീടുണ്ടാകുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റിയ, മനസ്സിലാവുന്നോ? യെരൂശലേം നഗരത്തിൽ സ്വന്തമായിട്ടൊരു വീടെന്ന് പറഞ്ഞ ഒരു ചെറിയ കാര്യമല്ല. പക്ഷെ മർക്കോസ് തന്റെ അപ്പനായ യോഹന്നാൻ അഥവാ മർക്കോസിന് അവിടെ വീടുണ്ടായിരുന്നു പറഞ്ഞത് തെറ്റില്ല. ഹി വാസ് ഹൈലി എഡ്യൂക്കേറ്റഡ് പേഴ്സൺ. വളരെ എഡ്യൂക്കേറ്റഡ് ആയിരുന്നു, ധനാഢ്യനായിരുന്നു, അപ്പോൾ തന്നെ ഹൈലി ഇൻഫ്ലുവൻഷ്യൽ ആയിരുന്നു. വളരെ ഉന്നത സ്ഥാനങ്ങളിൽ വലിയ സ്വാധീനമുള്ള മനുഷ്യൻ. അല്ലെങ്കിൽ യോഹന്നാൻ എങ്ങനെയാ യെരൂശലേമിൽ ഒരു വീടൊക്കെ സ്വന്തമാക്കുക എന്ന് പറഞ്ഞ ഉദാഹരണം ഞാൻ പറയാം. ഈ ഗൾഫിലൊക്കെ താമസിക്കുന്നവർക്ക് പെട്ടെന്ന് പിടി കിട്ടും ബുർജ് ഖലീഫ, ഇല്ലേ? ബുർജ് ഖലീഫയിൽ സ്വന്തമായിട്ടൊരു ഫ്ലാറ്റ് സ്വന്തമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല, ശരിയല്ലേ?
ദുബായ് ഷെയ്ക്കിനുണ്ടോന്ന് തോന്നുന്നില്ല അവിടെ റൂം. പക്ഷെ കേരളത്തിലെ പ്രമുഖരായ പല സിനിമാ നടന്മാർക്കും അതിനകത്തൊക്കെ റൂം ഉണ്ടെന്നൊക്കെ കേൾക്കുന്നത്. എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അവിടെ വന്നപ്പോൾ പലരും പറഞ്ഞ ഇന്ന ആൾക്കാർക്കൊക്കെ അവിടെ സ്വന്തമായിട്ട് റൂം ഉണ്ടെന്ന്. പക്ഷെ അങ്ങനെ ബുർജ് ഖലീഫിൽ അല്ലെങ്കിൽ ദുബൈയിലൊക്കെ സ്വന്തമായിട്ട് ഒരു വീടും സ്ഥലമൊക്കെ ഉണ്ടാകണമെങ്കിൽ അത്രയും റിച്ച് ആയിരിക്കണം, അത്രയും ഹൈലി ഇൻഫ്ലുവൻഷ്യൽ ആയിരിക്കണം, അത്രമേൽ എല്ലാ തരത്തിലും സ്വാധീനമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ സ്വന്തമായി വീടുണ്ടാകാൻ സാധ്യതയുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ ആ കാലത്ത് യെരുശലേമിൽ സ്വന്തമായിട്ട് ഒരു വീടുണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. അത്രമേൽ ധനാഢ്യനായിരുന്നു, ഹൈലി ഇൻഫ്ലുവൻഷ്യൽ ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇവിടെ നമ്മൾ ഒരു കാര്യം അറിയണം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന് ഈ മർക്കോസിന്റെ ഫാദർ യോഹന്നാനുമായിട്ട് അടുത്ത ബന്ധമുണ്ടാകും, വളരെ അടുത്ത ബന്ധം. ഞാൻ പറഞ്ഞല്ലോ ഹൈലി ഇൻഫ്ലുവൻഷ്യൽ ആയിരുന്നു യോഹന്നാനെന്ന്. അതുകൊണ്ട് തന്നെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനും അന്നത്തെ ഏറ്റവും എന്താ പറയാ വളരെ വലിയ VIP-കളുമായിട്ട് വളരെ അടുത്ത ബന്ധം കർത്താവിനുണ്ടായിരുന്നു. പിന്നെ കർത്താവ് ഇത് ആരോടും പറഞ്ഞു നടന്നില്ലെന്ന് മാത്രം. ഞാനിപ്പോ കേട്ടായിരുന്നു. കർത്താവിനെ ആ കാലത്തെ ഏറ്റവും വലിയ VIP-കളുമായിട്ട് വളരെ അടുത്ത ബന്ധം ഉണ്ടായിരുന്നു. പക്ഷെ ഒറ്റ കുഞ്ഞിനോട് അത് പറഞ്ഞിട്ടില്ല, പറഞ്ഞു നടന്നിട്ടുമില്ല. അവരൊരുമിച്ചിരിക്കുന്ന ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ കൊടുത്തിട്ടുമില്ല. മനസ്സിലായില്ലല്ലേ? സ്തോത്രം. കർത്താവ് അതൊക്കെ വളരെ രഹസ്യമാക്കി വെച്ചു. മനസ്സിലായോ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അവിടുത്തെ പ്രമുഖ മിനിസ്റ്റർ അല്ലായിരുന്നോ നിക്കോദിമോസ്? വളരെ അടുത്ത ബന്ധമായിരുന്നു. മിക്ക സമയത്ത് ഫ്രീ ആകുമ്പോൾ കർത്താവിന്റെ അടുത്ത് നിക്കോദിമോസ് വരികയല്ലേ ചുമ്മാ സംശയങ്ങളൊക്കെ ചോദിക്കാൻ. ഗമാലിയേൽ വളരെ അടുത്ത ബന്ധം, വളരെ അടുത്ത ബന്ധം വാഴ്ത്തപ്പെട്ട കർത്താവിനുണ്ടായിരുന്നു. യോഹന്നാനുമായിട്ടും വളരെ അടുത്ത ബന്ധം, മർക്കോസിന്റെ അപ്പനായ യോഹന്നാനുമായിട്ട് വളരെ അടുത്ത ബന്ധം. അതുകൊണ്ടാണ് ഒരിക്കൽ ശിഷ്യന്മാർ ചോദിച്ചു, ഗുരു എവിടാ നമ്മൾ പെസഹ ഒരുക്കുന്നത് ചോദിച്ചില്ലേ? അവരെവിടെയാ പെസഹ ആചരിച്ചത്? അത് ഈ മർക്കോസ് വിശേഷം കൃത്യമായി പറയുന്നുണ്ട്. 14-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങൾ വായിക്കുന്നു. ഒന്ന് വായിക്കാമോ? മർക്കോസ് 14-ാം അധ്യായം. എല്ലാവരുടെ കൈ വേദപുസ്തകം ഉണ്ടോ? എല്ലാവരും തുറക്കണം. 14-ാം അധ്യായം 13-14 വാക്യങ്ങൾ. അവൻ ശിഷ്യന്മാരിൽ രണ്ടുപേരെ അയച്ചു, നഗരത്തിൽ ചെല്ലുവിൻ, അവിടെ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങളെ എതിർപ്പെടും. അവന്റെ പിന്നാലെ ചെന്ന് അവൻ കടക്കുന്നിടത്ത് ആ വീട്ടുടയവനോട്, ഞാൻ എന്റെ ശിഷ്യന്മാരുമായി പെസഹ കഴിപ്പാനുള്ള ശാല എവിടെയെന്ന് ഗുരു ചോദിക്കുന്നു എന്ന് പറവീൻ. അവൻ വിരിച്ചൊരുക്കിയ ഒരു വൻമാളിക കാണിച്ചു തരും, അവിടെ നമുക്ക് ഒരുക്കുവിൻ എന്ന് പറഞ്ഞു. മതി. താങ്ക് യു സോ മച്ച്. മതി 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 മതി. ഇനഫ് 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 ഇനഫ്. താങ്ക് യു. കണ്ടോ, കർത്താവ് പറഞ്ഞു, ശിഷ്യന്മാർ ചോദിച്ചു നമുക്ക് എവിടെ വിരുന്നിനുള്ള ശാല ഒരുക്കേണ്ടത്? കർത്താവ് പറഞ്ഞു ഇങ്ങോട്ട് പോക്കൂ. അപ്പൊ ഒരാൾ ഒരു കുടം വെള്ളം ചോദിച്ചോട് വരെ നിങ്ങൾ കാണും. കാരണം യോഹന്നാന്റെ വീട്ടിലെ സെർവൻസ് ഉള്ളൂ. മനസ്സിലായ? ദാസന്മാരും വേലക്കാരും ഒക്കെ യോഹന്നാന്റെ വീട്ടിലേ ഉള്ളൂ ആ ഏറിയയിൽ. അതറിയാവുന്നതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു ഞങ്ങൾ ചെന്നാൽ മതി, ദാസന്മാര് വെള്ളം ചോദിച്ചോട് പോകുന്ന കാണുമല്ലോ. ആ റൂടം കയറി ചെല്ലണം. എന്നിട്ട് അവിടെ ചോദിക്കണ്ടേ, ഞങ്ങൾക്ക് പെസഹ ആചരിക്കാനുള്ള ശാല എവിടെയെന്ന് ഗുരു ചോദിക്കുന്നു. ആര് ചോദിക്കുന്നു? ഗുരു. ആ ഗുരു എന്ന് പറയുമ്പോൾ ആർക്കറിയാം? യോഹന്നാൻ അറിയാം. മർക്കോസിന്റെ അപ്പനായ യോഹന്നാൻ അറിയാം ആരാണ് ഈ ഗുരു എന്നുള്ളത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, സാധാ ഗുരു അല്ല, സാധാ റാബായ് അല്ല, റാബായ്. കണ്ടോ ഗുരു എന്നുള്ളത്. സ്മിഖ ഉള്ള റാബായ് ആ സമയത്ത് ആരേ ഉള്ളൂ? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ ഉള്ളൂ. അപ്പോൾ സ്മിഖ എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു എന്താണ്? നുകം എന്നാണ്. യോക്ക് എന്നാണ് ഇംഗ്ലീഷ് പത്രികയിൽ ശരിയായ അർത്ഥം എന്താണ്? അധികാരം എന്ന ഞാൻ ഓർപ്പിച്ചല്ലോ. അപ്പോൾ അധികാരമുള്ള ഗുരുവാണ് ചോദിക്കുന്നത് ഞങ്ങൾക്ക് പെസഹ ആചരിക്കാനുള്ള ശാല എവിടെ? പറഞ്ഞ അവൻ നിങ്ങൾക്ക് ഒരു സ്ഥലം ഒരുക്കിക്കാൻ, അവൻ ഞങ്ങൾക്ക് വിരിച്ചൊരുക്ക വൻമാൾ. ഒരു പെസഹ ഒരുക്കുക എന്നൊക്കെ പറഞ്ഞ ചെറിയ കാര്യമല്ല. മനസ്സിലായോ?
അല്പം എക്സ്പെൻസീവ്. ഒരാടിനെ മൊത്തം വേണം. ചിക്കൻ മേടിച്ചിട്ട് നാളെ എത്രയായി ഇപ്പം പറ. ഇന്നലെ പിന്നെ ഒരാടിനെ മൊത്തം മേടിക്കുന്നു. ഞാൻ പറഞ്ഞ മനസ്സിലായോ? എക്സ്പെൻസീവ് എന്ന് പറയാനല്ല, നിങ്ങൾ ആരും ചിക്കൻ കൂട്ടുകയാലും നല്ല അതിനർത്ഥം. അന്നേ കാലത്ത് ഒരു ആടിനെയൊക്കെ വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല, അല്പം ചെലവുള്ള കാര്യം തന്നെ. ബാക്കി ക്രമീകരണങ്ങൾ, പെസഹയുടെ ക്രമീകരണങ്ങളൊക്കെ ഞാൻ കർത്താവ് ശിഷ്യന്മാരെ പെസഹ ആചരിച്ച രംഗം വരുമ്പോൾ ഞാനത് നിശ്ചയമായിട്ടും വിശദമാക്കി തരാം. കാരണം നമ്മുടെ പഠനത്തിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഗതിയാണ് കർത്താവ് ശിഷ്യന്മാരെ പെസഹ ആചരിച്ചതും അതിനെ തുടർന്ന് കർത്താവ് തന്റെ തിരുമേശ സ്ഥാപിക്കുന്നതുമൊക്കെ നിശ്ചയമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. അതറിഞ്ഞ് മാത്രമേ തിരുമേശയിലേക്ക് നമ്മൾ അടുക്കാൻ പാടുള്ളൂ. ഇറ്റ്സ് സോ ഡേഞ്ചറസ്. അപ്പോൾ തന്നെ വളരെ സിഗ്നിഫിക്കന്റ് ആണ്, വളരെ പ്രാധാന്യമുള്ളതാണ്, വളരെ ഭവത്തോടും ബഹുമാനത്തോടും ആദരോടും കൂടെ ചെയ്യേണ്ട ഒരു ശുശ്രൂഷയുമാണ്. ഞാനിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. കർത്താവിന്റെ കണക്ഷൻസും ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. കണ്ടോ? അപ്പൊ ശിഷ്യന്മാർ നിങ്ങൾ അവിടെ ചെന്നാൽ മതി. അവിടെ ചെല്ലുമ്പോൾ വെള്ളം ചുമന്നുകൊണ്ട് പോകുന്ന ആരെങ്കിലും കാണുമ്പോൾ ആ കൂട്ടത്തിൽ നിങ്ങൾ അവരോട് കയറിക്കൂ. അവിടെ ചെന്നിട്ട് ഗുരു ചോദിക്കുന്നു, ഞങ്ങൾക്ക് പെസഹ ആചരിക്കാനുള്ള ശാല എവിടെ? ഇത്ര പറഞ്ഞോ, ഞാനൊരു കാര്യം പറഞ്ഞു പോകാം. ഉടനെ അവൻ ഞങ്ങൾക്ക് വിരിച്ചൊരുക്കിയ ഒരു വൻ മാളിക കാണിച്ചത്. ഞാൻ ഇവിടെ ഒരു കാര്യം പറഞ്ഞു പോകാവേ. നമ്മൾ ഈ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം വായിക്കുമ്പോൾ അതിന് 1-ാം വാക്യം, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ, എന്റെ പിതാവിന്റെ ഭവത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ അതുകൊണ്ട് പറയുമായിരുന്നു. അല്ലേ? അതെന്താ ഹൃദയം കലങ്ങിപ്പോകുമെന്ന് പറയാൻ കാരണം? പല കാരണമുണ്ട്. അതിൽ ഒറ്റ ഒരു ആംഗിൾ നിങ്ങൾ ഒരു കാര്യമാണ് പറയുന്നത്, ബാക്കി ഞാൻ നമ്മുടെ ആ ഭാഗം വരുമ്പോൾ പറയും. എന്താ ഹൃദയം കലങ്ങിപ്പോകുമെന്ന് പറയാൻ കാരണം? യോഹന്നാൻ 14:1 തുടങ്ങുമ്പോൾ ഹൃദയം കലങ്ങിപ്പോകുമെന്നാ പറയുന്നത്. ഹൃദയം കലങ്ങേണ്ട കാര്യം എന്താ? ഞാൻ നോക്കിയിട്ട് അവിടെ ഒന്നും കാണുന്നില്ല. നിങ്ങൾ ആ 13-ാം അധ്യായം വായിച്ചു നോക്കണം. യോഹന്നാന്റെ സുവിശേഷം കർത്താവ് ശിഷ്യന്മാരുടെ പെസഹ ആചരിക്കുന്ന രംഗമാണ്. ഹൃദയം കലങ്ങിയിട്ട് ഒരു കാര്യം പറയാം, പലതുണ്ട്. അതിൽ ഒറ്റ കാര്യം മാത്രം ഞാനിപ്പോ പറയാം. ഇവരെവിടെ പെസഹ ആചരിച്ചത്? നമ്മളിപ്പം വായിച്ചല്ലോ. ഇവിടെ വിരിച്ചൊരുക്കിയ വൻമാളിക. കണ്ടോ? കർത്താവ് ശിഷ്യന്മാരുടെ പെസഹയ്ക്കിരിക്കുകയാണ്. പെസഹയ്ക്കിരിക്കുമ്പോഴും ശിഷ്യന്മാരെല്ലാം ഇങ്ങനെ നോക്കുക, അമ്പാടാ ഇതെന്തുവാ? അതിന്റെ കാര്യം എന്നറിയാമോ? കർത്താവിന്റെ ശിഷ്യന്മാരുടെ ജോലി എന്തായിരുന്നു? മുക്കുവന്മാര്, മീൻ പിടിച്ചക്കാരില്ലായിരുന്നു? അതെ. മുക്കുവന്മാരുടെ വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വീടെന്ന് പറയാനില്ല, ശരിയല്ലേ? അതെല്ലാം വിട്ട് കർത്താവിന്റെ പുറകെ വന്നു. കർത്താവിനാണെങ്കിൽ വീടും കൂടും പറയാനും. രാത്രിയെല്ലാം മരത്തിന് ചവിട്ടിരുന്ന് പ്രാർത്ഥിക്കുകയും മലയെ കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്യുന്ന കാഴ്ചയിലൂടെ അവർ ഇറങ്ങി തിരിച്ചു. ഇപ്പൊ പെസഹ ആചരിക്കാൻ വേണ്ടി കർത്താവിന്റെ കൂടെ വന്നപ്പം വിരിച്ചൊരുക്കിയ വൻമാളിക. പെസഹ ആചരിക്കാൻ ഇരിക്കുകയാണെങ്കിൽ ഇങ്ങനെല്ലാം വട്ടം നോക്കുക. കർത്താവിന്റെ മനസ്സിലായി ഈ മറിയ നോട്ടത്തിന്റെ ഉദ്ദേശം ഇതെന്നാ വീടാണെന്നുള്ള അർത്ഥത്തിൽ. അമ്പോടെ ഇത് എന്തോന്ന് വീടാ, ബെടാ വീടല്ലേ? ഓ, ഇതുപോലെ എന്നാ ഞങ്ങൾക്ക് ഒരെണ്ണം കിട്ടുന്നത് ഇവർ മനസ്സിൽ ചിന്തിച്ചു. ഹൃദയം നീരുന്ന ദൂരത്ത് ഗ്രഹിക്കുന്ന കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തെ വിശ്വസിപ്പിൻ, എന്നേലും വിശ്വസിപ്പിൻ. അടുത്ത വാചകം ശ്രദ്ധിക്കണം, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഒരു സന്ദേശം കൊണ്ട് നൽകുകയായിരുന്നു, മക്കളെ ഈ ബിൽഡിംഗ് കണ്ടിട്ടും ഈ മാൻഷൻസ് കണ്ടും ഈ ബംഗ്ലാവ് കണ്ടും ഈ വിരിച്ചൊരുക്കിയ വൻ മാളിക കണ്ടും ഹൃദയം കലങ്ങൊന്നും ചെയ്യരുത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി വേറെ മാൻഷൻസ്, മണിമന്ദിരങ്ങൾ പണിയാൻ പോവുക. അവിടെ ഇവിടെ ദൃഷ്ടി വെക്കാതെ അതിൽ വേണം ദൃഷ്ടി പതിക്കാൻ എന്നൊരു സന്ദേശം കൂടെ കർത്താവ് കൂടെ നൽകുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ വാഴ്ചപ്പെട്ട കർത്താവിന് സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന സ്വാധീനം അത്ര വലുതായിരുന്നു. പക്ഷെ താൻ ഒരിക്കലും ഒരു കുഞ്ഞുങ്ങളോടും അത് പറഞ്ഞേയില്ല, ഒരിക്കലും അത് പറഞ്ഞിട്ടില്ല. ഇനി എനിക്ക് ഈ മർക്കോസിനുള്ള ഇഷ്ടം ഞാൻ പറയാവേ. ഈ സുവിശേഷം എഴുതിയ മർക്കോസ് അതെങ്ങനെ എഴുതി എന്നുള്ളത് ഞാൻ അടുത്ത പോയിട്ട് പറയും. ഇപ്പൊ പറഞ്ഞു ഒന്ന് ശ്രദ്ധിക്കണേ. ഈ മർക്കോസിനോട് എനിക്കുള്ള ഇഷ്ടം എന്നറിയാം, ഒരിക്കലും തനിക്ക് ഒരു മേഖലയിലും 1-ാം സ്ഥാനം വേണം ചിന്തിച്ചിട്ടുമില്ല.
ചിന്തിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, എപ്പോഴും താൻ ഇംഗ്ലീഷിൽ പറയല്ലേ സെക്കൻഡ് ഫിഡിലിന്, അതിനെന്താ ഒരു മലയാളം പറയുന്നത്, അതിന്റെ ഉള്ളിൽ ആശ ഉണ്ടെങ്കിലും മലയാളം എനിക്ക് കറക്റ്റ് കൊണ്ട് വരുന്നില്ല. സെക്കൻഡ് ഫിഡിലിന് ഇംഗ്ലീഷിൽ പറയുക എന്ന് പറഞ്ഞാൽ എപ്പോഴും മറ്റൊരാൾ മുമ്പിൽ നിൽക്കുകയും ഇദ്ദേഹം പുറകിൽ, തനിക്ക് എപ്പോഴും ഇങ്ങനെ എന്താ പറയാ മുൻപിൽ വന്ന ആളാകുന്നതോ ആളാകണമെന്നോ ഉള്ള ചിന്തയില്ലാതെ എപ്പോഴും പിൻവലിഞ്ഞു നിൽക്കുന്ന ഒരാളായിട്ടാണ് നമ്മൾ മർക്കോസിനെ എപ്പോഴും കാണുന്നത്. ഞാൻ ഒന്നുകൊണ്ട് സൂചന പിടികിട്ടും. നിങ്ങൾക്കറിയാം മർക്കോസിന്റെ ഏറ്റവും അടുത്ത, അപ്പോൾ തന്നെ മർക്കോസിനേക്കാൾ സീനിയർ ആയിട്ടുള്ള ഒരു കസിനാണ് ബർന്നബാസ്. മർക്കോസിന്റെ കസിനാണ് ബർന്നബാസ്. മർക്കോസ് അതുകൊണ്ട് ശുശ്രൂഷ ആരംഭിക്കുന്നത് ബർന്നബാസിന്റെ കൂടെയാണ്. നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിൽ കാണുന്നുണ്ടല്ലോ അല്ലെ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അപ്പോസ്തല പ്രവൃത്തിയും വേണ്ടി വരും. കാര്യം എന്നറിയാമോ, ഈ മർക്കോസിലെ സുവിശേഷം നമ്മൾ ചിന്തിക്കുമ്പോൾ പത്രോസും മർക്കോസും ഇത് രണ്ടും അത്യാവശ്യം. അപ്പോസ്തല പ്രവൃത്തികൾ നിങ്ങൾ മറക്കരുത്, ആദ്യത്തെ 12 അധ്യായം പത്രോസിന്റെ ശുശ്രൂഷയാണ്. 13-ാം അധ്യായം മർക്കോസിലെ ബർന്നബാസിലെ ശുശ്രൂഷയ്ക്ക് വേർതിരിക്കുന്ന അധ്യായം. 14 മുതൽ 28 വരെ പൗലോസിന്റെ ശുശ്രൂഷയാണ്. അത് മനസ്സിലിരിക്കണേ. 12-ാമത്തെ അധ്യായം വരെ പത്രോസിന്റെ ശുശ്രൂഷ, 14 മുതൽ 28 അധ്യായങ്ങളിൽ പൗലോസിന്റെ ശുശ്രൂഷ. ക്ലിയർ ആയോ? യെസ്. അടുക്കുള്ള 13-ാമത്തെ അധ്യായം എന്താ പറയാ മർക്കോസിനെയും ബർന്നബാസിനെ ശുശ്രൂഷയ്ക്ക് വേർതിരിക്കുന്ന രംഗം. അപ്പൊ നിങ്ങൾക്ക് 28 അധ്യായം ഒന്ന് വേർതിരിച്ച് പഠിക്കാനായിട്ടൊരു എളുപ്പം കൂടെ ആകുമല്ലോ നോക്കി ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനിയോ ലെറ്റ്സ് കം ബാക്ക്. നമുക്ക് മടങ്ങി വരാം. നിങ്ങൾ ശ്രദ്ധിക്കണേ, ബർന്നബാസിനോടൊപ്പമാണ് ശുശ്രൂഷ ആരംഭിക്കുന്നത്. അവിടെയും ബർന്നബാസിനെ മുമ്പിൽ നിർത്തി മർക്കോസ് പുറകെ നിൽക്കുക. എവിടെല്ലാം താൻ ശുശ്രൂഷ ചെന്നിട്ടുണ്ടോ അവിടെല്ലാം താൻ മുൻപിൽ വരാതെ പിന്നണിയിൽ നിൽക്കുന്ന ഒരു മർക്കോസ് നമുക്ക് കാണാം. ഏറെ നാളിന് ശേഷമാണ് പൗലൂസുമായി കണ്ടുമുട്ടുന്നത്. പിന്നീട് പൗലോസിനോടൊപ്പം ശുശ്രൂഷ സഹകരിക്കുന്നുണ്ട്. അവിടെയും താൻ പിന്നണിയിൽ നിൽക്കുന്ന മാർക്കോസിനെ നമുക്ക് കാണാം. അപ്പൊ നോക്കണം, എപ്പോഴും മറ്റുള്ളവരുടെ അസിസ്റ്റന്റ് ആയി ശുശ്രൂഷിക്കാനാണ് മാർക്കോസിന് ഇഷ്ടം. ബർന്നബാസിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു, പൗലോസിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു. പിന്നീട് പല ദീർഘവർഷങ്ങൾക്ക് ശേഷം റോമിൽ വെച്ച് ലൂക്കോസിനെ കാണുന്നു. കാരണം പൗലൂസ് അപ്പൊ റോമിൽ തടവിൽ കിടക്കുക. അപ്പൊ പൗലൂസിന് സഹായിയായി പൗലൂസ് എവിടെല്ലാം പോയിട്ടുണ്ട് അന്നേരം എല്ലാവരും കൂട്ടത്തിലുണ്ട്, ലൂക്കോസ് കൂട്ടത്തിലുണ്ട്. നിങ്ങൾക്കറിയാമോ, ഒരു ഡോക്ടറെ കൂടെ കൊണ്ടു നടന്ന ശുശ്രൂഷിച്ച വ്യക്തിയാണ് പൗലൂസ്. മനസ്സിലായോ? പൗലൂസിന്റെ നെല്ല് രോഗികളൊക്കെ സൗഖ്യമാകും. പക്ഷെ പൗലൂസിന്റെ രോഗത്തിന് ചികിത്സയ്ക്ക് പൗലൂസ് പ്രാർത്ഥിക്കുക മാത്രമല്ല, ഒരു ഡോക്ടറെ കൂടെ കൊണ്ടു നടക്കുകയായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ രോഗം ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കണം, അത്യാവശ്യമാണ്. എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്യാതിരിക്കരുത്. മനസ്സിലായോ? സ്തോത്രം. എന്നോട് വഴക്കിനൊന്നും വരരുത്, ഞാൻ ഒരു കാര്യം പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. ഒരു ഡോക്ടറെ കൂടെ കൊണ്ടു നടന്ന വ്യക്തിയാണ് പൗലോസ്. സ്തോത്രം അല്ലെ? നമ്മുടെ ക്ലാസ്സിലും ഉണ്ടല്ലോ ഒരു ഡോക്ടർ. ഞാൻ എന്തിനിത് പറഞ്ഞെന്നറിയാം. എവിടെയും മർക്കോസ് ഇങ്ങനെ മുൻപിൽ വന്ന ആളാകാൻ നിൽക്കാതെ എപ്പോഴും പിന്നിൽ നിന്ന് മറ്റുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് ഒരു സപ്പോർട്ട് എന്തായി നിൽക്കാനാണ് മർക്കോസിന് ഇഷ്ടം. അതൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു ക്യാരക്ടറാണ് മർക്കോസിന്റെ. ഇറ്റ്സ് വെരി അമേസിങ്. ഞാൻ പറഞ്ഞില്ലേ, പൗലൂസ് കരാറിൽ കിടക്കുമ്പോൾ ലൂക്കോസ് പൗലൂസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യാനായിട്ടൊക്കെ നിൽക്കുക. അവിടെ വെച്ചാണ് മർക്കോസും ലൂക്കോസും തമ്മിൽ പരിചയത്തിലാകുന്നത്. പിന്നെ ലൂക്കോസിനോടൊപ്പം ദീർഘനാൾ ചെലവഴിക്കുന്നതും തമ്മിൽ അവരുടെ എന്താ പറയാ അറിവുകളൊക്കെ പങ്കുവെക്കുന്നതൊക്കെ കാണാം. ഞാൻ അവിടെ നിന്ന് ഇപ്പോൾ അത് വിസ്തരിക്കാൻ പോകുന്നില്ല, പിന്നീട് ഞാൻ പറയാം. ഏറ്റവും ഒടുവിൽ മർക്കോസ് പത്രോസിന്റെ ശുശ്രൂഷയ്ക്ക് സഹായിയായി നിലനിൽക്കുന്നതാണ്. അപ്പൊ മർക്കോസ് നോക്കിയ ആരൊക്കെ കൂടെ വന്നു? ബർന്നബാസിനൂടെ വന്നു, പൗലോസിനൂടെ വന്നു, ലൂക്കോസിനൂടെ വന്നു, ലാസ്റ്റ് ആരോടൊപ്പം വന്നു? പത്രോസിന്റെ കൂടെ. കാരണം പത്രോസിനെ സംബന്ധിച്ചോളം നമുക്കറിയാം, പത്രോസിന് വിദ്യാഭ്യാസമില്ല. പത്രോസിന്റെ ലാക്ക് ഓഫ് നോളജ്, ഭാഷകൾ വശമില്ല.
അപ്പൊ അതുകൊണ്ട് എല്ലാറ്റിനും സഹായിയായി പത്രോസിനോടൊപ്പം ഉണ്ടായിരുന്ന വ്യക്തിയാണ് മർക്കോസ്. മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് ഞാൻ വരിക. കണ്ടോ, എല്ലാറ്റിനും സഹായിയായി പത്രോസിനോടൊപ്പം ഉണ്ടായിരുന്ന, പത്രോസിന്റെ ദാസനായി, ഒന്നുകൂടെ പറഞ്ഞാൽ പത്രോസിന്റെ ഇന്റർപ്രറ്ററായി. ഭാഷ അറിയാൻ വയ്യാത്തത് കൊണ്ട് പത്രോസിന്റെ പ്രസംഗവും സംസാരവും ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരു ജോലിയോട് ആർക്കുണ്ടായിരുന്നു? മർക്കോസിനുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, നല്ല എഡ്യൂക്കേഷൻ ഒക്കെ ഉള്ള വ്യക്തി എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ പത്രോസിന്റെ പ്രസംഗങ്ങൾ, സംഭാഷണങ്ങളൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ജോലിയോട് ആർക്കുണ്ടായിരുന്നു? മർക്കോസിനുണ്ടായിരുന്നു. അത്ര മാത്രം പറഞ്ഞാൽ മർക്കോസിന്റെ വ്യക്തിയുടെ ഔട്ട്ലൈൻ പറഞ്ഞു വിടുന്നു. ഞാൻ മർക്കോസ് സുവിശേഷത്തിലേക്ക് വരിക. മർക്കോസ് സുവിശേഷം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, നിങ്ങൾ ആ 1-ാം അധ്യായം 16-ാം അധ്യായം വരെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം അറിയാമോ? മാർക്സ് ഗോസ്പൽ ആസ് എ മിറർ ടു പീറ്റർ. മാർക്ക് ഗോസ്പൽ ആസ് എ മിറർ ടു പീറ്റർ. പത്രോസിന്റെ മുമ്പിൽ ഒരു കണ്ണാടി വെച്ചാൽ എങ്ങനെ ഇരിക്കും? പത്രോസിനെ മുഴുവനായിട്ട് കാണാമല്ലേ? അതാണ് മർക്കോസിന്റെ സുവിശേഷം. ക്ലിയർ ആയി എന്ന് പറഞ്ഞാൽ, പത്രോസ് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ് മർക്കോസ് എഴുതുന്നത്. ഇതെല്ലാം മനസ്സിലുണ്ടായിരിക്കണേ. പത്രോസ് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ് മർക്കോസ് എഴുതുന്നത്. പത്രോസിനും കൂടെ എഴുത്തൊന്നും നടക്കുകയല്ലേ. അപ്പൊ ഇപ്പോൾ മർക്കോസ് ആരുടെ ദാസനാണ്? പത്രോസിന്റെ ദാസനാണ്. ഫൈനലി തന്റെ ശുശ്രൂഷയ്ക്ക് എല്ലാ വിധത്തിലും സഹായിയായിട്ട് ആര് നിൽക്കുന്നു? മർക്കോസ് നിൽക്കുന്നു. താൻ ഈ സുവിശേഷ രചന ആദ്യം നിർവഹിക്കുന്നത് ആരിൽ നിന്ന് കേട്ട് ഗ്രഹിച്ച കാര്യങ്ങളാണ്? പത്രോസിൽ നിന്നും കേട്ട് ഗ്രഹിച്ച കാര്യങ്ങളാണ് മർക്കോസ് എഴുതി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് നിങ്ങൾ മറന്നു പോകരുതേ. നമ്മുടെ പഠനത്തിൽ വളരെ അത്യന്താപേക്ഷിതമായി ഉണ്ടായിരിക്കേണ്ട കാര്യം. അപ്പോൾ മുമ്പ് ഞാൻ മർക്കോസിനെ കാണിച്ചെങ്കിൽ ഈ സുവിശേഷം നമ്മൾ മൊത്തം കാണുന്നത് പത്രോസിനെയാണ്. അത് പറഞ്ഞെങ്കിലേ മർക്കോസിന്റെ സുവിശേഷന്റെ പഠനം നമുക്ക് കൃത്യമാകും. 16 അധ്യായത്തിലുടനീളം നമ്മൾ കാണുന്ന ഒരു കക്ഷി പത്രോസാണ്. പക്ഷെ ശ്രദ്ധിച്ച് നോക്കിയെങ്കിൽ മാത്രം അത് അറിയാൻ നോക്കുള്ളത് മാത്രം. അവിടെയും പത്രോസിനെ കുറിച്ച് നമ്മൾ വളരെ അടുത്തറിയേണ്ട ഒരു രഹസ്യമുണ്ട്. നമ്പർ 1, ഹിസ് ക്യാരക്ടർ. പത്രോസിന്റെ ക്യാരക്ടർ നമുക്ക് നന്നായിട്ട് കാണാം. എന്ന് പറഞ്ഞാൽ ഹിസ് ഇഗ്നോറൻസ് ആൻഡ് ലാക്ക് ഓഫ് നോളജ്. ഈ 16 അധ്യായത്തിലും അവന്റെ അറിവില്ലായ്മയും, നാടൻ ഭാഷ പറഞ്ഞ വിവരമില്ലായ്മയും എല്ലായിടത്തും കാണാൻ പറ്റും. അതൊന്നും മറച്ചു വെക്കാതെ അതേപടിയാണ് ആരെഴുതുന്നത്? മർക്കോസ് എന്ന വ്യക്തി എഴുതി തരുന്നത്. എഴുതുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പത്രോസിന് വേണ്ടിയാണ് എഴുതുന്നത്. പത്രോസ് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അതേപടി എഴുതുകയാണ്. മാത്രമല്ല, പത്രോസും വാഴ്ത്തപ്പെട്ട കർത്താവും തമ്മിലുള്ള ആഴമേറിയ ബന്ധവും ജീവിത അനുഭവങ്ങളും ഒക്കെ ഈ സുവിശേഷത്തെ പരാമർശിക്കപ്പെടുന്നു. അത് നിങ്ങൾ വളരെ കീൻ അറ്റൻഷനോടെ വായിക്കുമ്പോൾ മാത്രമേ നമുക്കത് ബോധ്യമാകൂ. അതൊന്നും നിങ്ങൾ മറന്നു കളയരുതേ. അത് മാത്രമല്ല, പത്രോസ് വാഴ്ത്തപ്പെട്ട കർത്താവുമായി നടത്തുന്ന അവരുടെ പേഴ്സണൽ എൻകൗണ്ടറും, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത വളരെ ഇന്റിമേറ്റ് ആയിട്ട് അവർക്കുണ്ടാകുന്ന അവർ ചെലവഴിച്ച സമയങ്ങൾ, സന്ദർഭങ്ങൾ, അനുഭവങ്ങളൊക്കെ നമുക്ക് ഈ മർക്കോസ് സുവിശേഷത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. അതും ശ്രദ്ധിച്ചു വായിക്കുമ്പോഴാണ് അതിന്റെ എന്താ പറയുക ഡെപ്ത് നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റുക. ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, ഈ ഒരുപാട് വ്യക്തിപരമായ അനുഭവങ്ങളും കർത്താവുമായുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ, എല്ലാവറ്റൊന്നും പത്രോസ് പറയുകയോ അതെല്ലാം എഴുതാനായിട്ട് മർക്കോസിനെ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നില്ല. ദാറ്റ്സ് അമേസിംഗ് തിങ്. വളരെ അത്ഭുതകരമായ ഒരു സംഗതിയാണ്. കർത്താവിനെ വളരെ അടുത്ത ബന്ധമുണ്ട്, ഒരുപാട് ശുശ്രൂഷിക്കുന്നിട്ട് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും എഴുതാൻ മർക്കോസിനോട് പത്രോസ് പറയുന്നുമില്ല, പ്രേരിപ്പിക്കുന്നുമില്ല. പിന്നെ എഴുതാൻ പ്രേരിപ്പിക്കുന്നൊക്കെ എന്തെന്നറിയാമോ? തൻ്റെ കഴിവുകേടും തൻ്റെ കുറവുകളും തനിക്ക് പറ്റിയ അബദ്ധങ്ങളും തനിക്ക് പറ്റിയ വീഴ്ചയൊക്കെ എഴുതാനായിട്ടാണ് മർക്കോസിനെ പത്രോസ് പ്രേരിപ്പിക്കുന്നത്. യു ഹാവ് ടു ഗോ ത്രൂ ദിസ് ഗോസ്പൽ.
നിങ്ങൾ ഈ സുവിശേഷം ഇവിടെ കൃത്യമായി ശ്രദ്ധയോടെ അത് വായിച്ചു പോവുകയാണെങ്കിൽ അതിന് കൃത്യം പിടികിട്ടും. അല്ലെങ്കിൽ കർത്താവ് ഞാനും കർത്താവിന്റെ ഒരുമിച്ച് ഇന്നടുത്ത് പോയി ഇന്നത് ചെയ്തു, ഇന്നത് അത് ഭയങ്കരമായിരുന്നു, ഇറ്റ് വാസ് അമേസിങ് എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ഇരിക്കാന്നല്ലേ. അതൊന്നും ചെയ്തിട്ടില്ല. പിന്നെന്നറിയാമോ, ചെയ്തത് മുഴുവനും പ്ലസ് പോയിന്റ് ഒന്നും തന്നെ പത്രോസ് മർക്കോസിന് പറഞ്ഞു കൊടുക്കുകയോ മർക്കോസ് എഴുതുകയോ ചെയ്തിട്ടില്ല. പിന്നെ എഴുതിയിരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. പത്രോസ് പറ്റുന്ന അബദ്ധങ്ങളും പത്രോസിന്റെ കഴിവുകേടുകളും പത്രോസിലുള്ള കുറവുകളും അത് മെൻഷൻ ചെയ്തോളാൻ കൃത്യമായി മർക്കോസിന് നിർദ്ദേശം കൊടുക്കുന്ന ഒരു പത്രോസിന് നമുക്ക് കാണാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞ് നിങ്ങൾ ഗ്രഹിക്കുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ പെട്ടെന്ന് കർത്താവ് വെള്ളത്തിന് മീതെ നടന്ന് കാണാൻ വേണ്ടി ഇരിക്കുകയാണ്. സ്തോത്രം. കർത്താവ് വെള്ളത്തിന് മീതെ നടക്കുവോ? അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുകയോ എന്തെങ്കിലും ചെയ്യട്ടെ? ഇതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ. നമുക്ക് അറിയേണ്ട വേറെ കാര്യമുണ്ട്. അതാ ഞാൻ ഈ വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഈ റൂട്ടിൽ കൂടെ പോയെങ്കിൽ നിങ്ങൾക്ക് സംശയരഹിതമന്യേ ദൈവവചനം കൈകാര്യം ചെയ്യാൻ പറ്റൂ. അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ പറഞ്ഞു തരുന്നത്. ദയവായി ആ ഗൗരവത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുകയും പഠിക്കുകയും ചെയ്യുക കേട്ടോ. പത്രോസ് തന്റെ ജീവിതത്തിലെ പരാജയങ്ങൾ, തന്റെ ലാക്ക് ഓഫ് നോളജ്, അറിവില്ലായ്മ, ഇതൊക്കെയാണ് മർക്കോസിന് പറഞ്ഞു കൊടുത്തതും മർക്കോസ് എഴുതി ചേർത്തിട്ടുള്ളതും. അത് വളരെ ശ്രദ്ധേയ ഒരു കാര്യം. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഈ മർക്കോസിന്റെ സുവിശേഷത്തിനകത്തുണ്ടല്ലോ, ഇമ്മീഡിയറ്റ്ലി അല്ലെങ്കിൽ പെട്ടെന്ന് അല്ലെങ്കിൽ ഉടനെ എന്ന് 41 തവണ കാണും പത്രോസിന്റെ കാര്യം പറയുമ്പോൾ. പെട്ടെന്ന് അല്ലെങ്കിൽ ഉടനെ പത്രോസ്. പുള്ളിക്ക് നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ മുന്നും പിന്നും നോക്കുന്ന ഇടപാടില്ല. അന്നേരം തന്നെ മനസ്സിലെ വെള്ളത്തിൽ നടന്നു വരുന്ന കണ്ടോ, ഞാനാന്ന് പറഞ്ഞു. എന്നാ ഞാനും വരികയെന്ന് പറഞ്ഞു. എടുത്തു ചാടി കുറച്ച് കഴിയുമ്പോൾ മുങ്ങി പോവുകയും ചെയ്തു. നമുക്കറിയാവുന്ന കാര്യമല്ലേ. ആ കർത്താവ് വെള്ളത്തിൽ വരാണ്, എനിക്ക് നടക്കണമെന്ന് പറഞ്ഞു. വന്നാ നമ്മളിവിടെ കയറിക്കോട്ടെന്ന് വെക്കുകയല്ല, കർത്താവിന് ഇങ്ങോട്ട് കയറ്റിയത് നമ്മൾ അങ്ങോട്ട് ചെല്ലുകയുള്ളൂ. ഇന്നും അങ്ങനെയാണല്ലോ. അത് ഇന്ന് തുടങ്ങിയതല്ല, അന്നേ ഉള്ളതാ. കർത്താവ് അടുത്ത് വരെ സമ്മതിക്കല്ലേ, അങ്ങോട്ട് ചെല്ല. പാട്ടും അങ്ങനല്ലേ, എന്റെ പെരക്കകത്ത് കയറി പോകരുത്, ഗേറ്റിൽ അവിടെ നിന്നാ മതി, ഞാൻ അങ്ങോട്ട് വരാവുന്നു. എന്നോട് മുഖം കാണാനൊന്ന് നിർത്തിയ അല്ലേ. നമ്മുടെ പാട്ട് അങ്ങനെയല്ലേ, എന്റെ പെരക്കകത്ത് കയറരുത്, ഗേറ്റിൽ നിന്നാ മതി, ഞാൻ അങ്ങോട്ട് വരാവുന്നു. നമ്മൾ അങ്ങനെയാ പാടുന്നത്. ഇപ്പം കൃപ നമ്മളിവിടെ ഞാൻ ഉള്ളതുകൊണ്ടൊക്കെ ആയിരിക്കും പലരും ആ പാട്ടൊക്കെ ഒഴിവാക്കാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ഇടയ്ക്ക് അതൊക്കെ കയറി വന്നേൻ. സ്തോത്രം. ഇപ്പൊ തൽക്കാലം നമുക്കത് വേണ്ട. ബഹുത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു വെളിയിൽ നിൽക്കുന്നത് കൊണ്ടെന്നല്ല, നിങ്ങളിൽ, ഇൻ യു. കണ്ടോ, നോട്ട് അപ്പോൺ യു, നിങ്ങളുടെ മേൽ ഇരിക്കുന്നു എന്നല്ല, ബട്ട് ഇൻ യു, നിങ്ങളിൽ. അതുകൊണ്ടാണ് പള്ളിപ്പുറത്തിൽ പോലും പോയിട്ടില്ലാത്ത നമ്മുടെ അപ്പച്ചന്മാര് പാട്ട് എഴുതിയപ്പോൾ പാടിയത്, എന്നുള്ളിലെന്നും വസിച്ചിടുവാൻ സ്വർഗ മണ്ഡപം വിട്ടിറങ്ങി വന്ന ഉന്നതനാം തങ്കപ്രാവേ നീ വന്നെന്നിൽ എന്നും അധീവസിക്ക വന്ന ഉന്നതനാം തങ്കപ്രാവേ നീ വന്നെന്നിൽ എന്നും അധീവസിക്ക. തങ്കച്ചിറകടി എത്ര നാൾ കേട്ടിട്ടും തങ്ക കൂടാതെ നിന്നെ. എന്റെ പൊന്നെ, അതൊക്കെ എന്തോന്ന് പാട്ട്. എനിക്ക് ഈ പാട്ട് തന്നെ ഇരുന്ന് പാടുന്നു, ലയിച്ചൊക്കെ പാടണം. അല്ലാതെ ഫുൾ എക്സ്പ്രസ് പോകുമ്പോ ഒന്നും പാടിയ എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. സമാധാനത്തോടൊക്കെ പാടണം. നമ്മുടെ ഒരു പ്രശ്നം, ഒരു പാട്ട് മര്യാദയ്ക്ക് പാടാൻ സമ്മതിക്കുക. പാട്ട് പാടി രണ്ടാമത്തെ സ്റ്റാൻസ് ആകുമ്പോഴത്തേക്കിന് പിന്നെ അങ്ങ് സ്പീഡ് കൂടി പാടുകയാണോ പറഞ്ഞു തീർക്കുകയാണോ, കീബോർഡ് വായിക്കുന്നവനും വിഷമിച്ച്, ഗിറ്റാർ വായിക്കുന്നവനും വിഷമിച്ച്, ഡ്രം വായിക്കുന്നവന്റെ കയ്യിൽ നിന്ന് കമ്പും തെറിച്ചു പോയി, എന്നെല്ലാം ബഹളം ഉണ്ടാകുന്നറിയാം. നമ്മുടെ ചിന്ത സ്പീഡ് കൂട്ടി പാടിയാലേ നമുക്കൊരു ഈ ആത്മാവിനെ ഇറക്കാൻ വേണ്ടി ചെയ്യുന്നതാണല്ലോ, ഇല്ലേ? അല്ലേ, ഈ പതുക്കെ പാടിയാലൊന്നും നമുക്കൊരു ആത്മദീക്ഷ വരികയില്ല. അങ്ങനെയാണ് നമ്മുടെ രീതി. നമ്മളിത് എൻജോയ് ചെയ്യാൻ പഠിക്കണമെന്നേ. യേശുവേ നിന്റെ
രൂപമീ എന്റെ കണ്ണുകൾക്കെത്ര സൗന്ദര്യം, ശിഷ്യനാകുന്ന എന്നെയും അങ്ങെപ്പോലെ ആക്കണം മുഴുവൻ. കണ്ടോ, നാഗസാഹിബ് എഴുതി, അതുകൊണ്ട് അത്ര ഒത്തത്. ജർമ്മൻകാര്, നമ്മളാണെങ്കിൽ എഴുതി അത് ഓളവാക്കി അല്ലേ? നമ്മൾ പാടുകയാണെങ്കിൽ വായ്പ വാങ്ങാനിട വരികയില്ല, കൊടുക്കുവാനോ ദൈവം സമൃദ്ധി നൽകും. ഇത് രണ്ടും നടക്കുകയല്ല, അതാ നേര്. സത്യമല്ലേ ഞാൻ പറഞ്ഞേ? ഇത് രണ്ടും നടക്കുകയല്ല. വായ്പ വാങ്ങാനിട വരികയില്ല, പിന്നെ കൊടുക്കുവാനോ ദൈവം എന്ന് കൊടുത്തിട്ട് എവിടെ കൊടുത്തു? സ്വോത്രം. നിങ്ങളൊരു ഗതികേട് നോക്കണം. ഇതിന്റെ ഇടയ്ക്ക് ഇതെല്ലാം കയറി വരും, അപ്പോഴാണ് നിങ്ങൾ കുഴയുന്ന. എനിക്കറിയാം. ഇതിന്റെ പകുതി ആകുമ്പോഴത്തേക്കിന് നമ്മുടെ ക്ലാസിന്റെ അവസാനം നാളെ എത്ര പേര് കാണും, അന്നേരം കൃത്യമായിട്ട് എനിക്കറിയാം. മനസ്സിലാവുന്നുണ്ടോ? കൊടുക്കുന്നുണ്ടെങ്കിൽ നല്ലതാ, പക്ഷെ കണക്കൊന്നും നീ പറയരുത്. മണ്ടത്തര, പുരോഗം മണ്ടത്തര. ദശാംശം കൊടുത്തിട്ട് നമ്മൾ ഇത് ഞെളിയ. നോ, അത് തന്നെ കൃത്യമായിട്ട് കൊടുക്കുന്നില്ല, അത് വേറെ കാര്യം. ഞാൻ കൊടുത്താൽ തന്നെ 100 കിട്ടിയാൽ 10 അല്ലേ ദശാംശം. ഞാൻ സമ്മതിച്ചു. എടാ, ഈ 100 ആരാ തന്നെ? ചിന്തിച്ചില്ലല്ലേ? ആ 100 തന്നത് തമ്പുരാന്. 10 കൊടുത്തിട്ട് ഞാൻ ഏതാണ്ട് വലിയ കാര്യം ചെയ്തെന്ന്. സ്തോത്രം. അല്ലെ, ശലോമോനെ പോലെ കൊടുത്തത് ആരുമില്ലല്ലോ. ഉണ്ടോ? ഇല്ല. ശലോമോൻ പറഞ്ഞൊരു വാചകമുണ്ട്, നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തരുന്നതേ ഉള്ളൂ. സ്തോത്രം. കൊടുത്ത അനുഗ്രഹം പ്രാപിക്കുക എന്നുള്ളത് ശ്രേഷ്ഠകരമായ സംഗതി തന്നെ കേട്ടോ. വേണം. നിങ്ങളുടെ അനുഗ്രഹത്തിലുള്ള വഴി ഒന്നും ഞാൻ അടക്കിത്തരാം, അതെല്ലാം കൃത്യമായി ഞാൻ പറഞ്ഞു തരും. ഞാൻ നമ്മുടെ സൺഡേയിലെ ക്ലാസ്സിനകത്ത് വന്നൊരു മെസ്സേജ് നിങ്ങൾക്കും പ്രയോജനപ്പെടാണ്ട് ഞാൻ പറയാം. വിഷയം വിട്ടുപോകാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും മടങ്ങി വന്ന് ഞാൻ അങ്ങോട്ട് കയറിക്കോളാം. ഇത് പറയുമ്പോൾ നിങ്ങൾക്കത് പ്രയോജനപ്പെടും. 2 കാര്യം പിടികിട്ടും. ഇസ്രായേൽ മക്കളെ 40 വർഷം തമ്പുരാൻ ജയോത്സവമായി മരുഭൂമിയിലൂടെ നടത്തി. എല്ലാ ദിവസവും രാവിലെ ഓരോ ഇടങ്ങഴി വീതം മന്ന, അല്ലേ? രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ലൈക്ക് എ കോറിയാൻഡർ സീഡ്, കൊത്തമല്ലി പോലെ കിടക്കുക. രാവിലെ എഴുന്നേറ്റ് പെറുക്കിയെടുക്കണം. അത് ഇടിച്ചു പൊടിച്ച് അപ്പം ഉണ്ടാക്കി തിന്നണം. ഇവരെ 40 വർഷം ദൈവം നടത്തുന്നത് മാത്രമല്ല, കനാൻ ദേശം ചെല്ലുന്നത് വരെ ഒരു മുട്ടും വരുത്താതെ ദൈവം ഇവരെ നടത്തി. അവരുടെ വസ്ത്രം പഴകിയില്ല, ചെരുപ്പ് തേഞ്ഞു പോയില്ല. ക്ഷേമമായി ദൈവം ഇവരെ നടത്തി കനാലിൽ കൊണ്ടുവന്നു. ഞാനൊരു കാര്യം പറയാം, അപ്പൊ നിങ്ങൾക്ക് പ്രയോജനപ്പെടുവേ. സ്തോത്രം. എന്താ സംഭവം അറിയാമോ? ഈ സമാഗമന കൂടാരം എന്ന ആലയത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടി ഒരുങ്ങിയപ്പോൾ മോശ ഒരു അനൗൺസ്മെന്റ് നടത്തി. അതെന്താണെന്നറിയാമോ? യഹോവയുടെ ആലയത്തിന് പണികൾ നടക്കുന്നു, ഈ പണിക്ക് ആവശ്യമായ കോൺട്രിബ്യൂഷൻ കൊണ്ടുവരാൻ പറ്റുന്ന ആൾക്കാരെല്ലാം കൊണ്ടുവരണം. അങ്ങനെ അനൗൺസ്മെന്റ് ചെയ്തപ്പം തമ്പുരാൻ എടുത്തു പറഞ്ഞു, നല്ല മനസ്സോടെ കൊണ്ടുവന്നതോട് മാത്രം മേടിച്ചാൽ മതി. ഇപ്പൊ മോശ വീണ്ടും എടുത്തു പറഞ്ഞു, നല്ല മനസ്സോടെ കൊണ്ടുവന്നവരുടെ ദാനങ്ങൾ മാത്രം സ്വീകരിക്കും. അങ്ങനെ എല്ലാം കൊണ്ടുപോകും. അങ്ങനെയാണ് ആലയത്തിന്റെ പണി തീർന്നത്. ഞാനൊരു കാര്യം പറയാമേ. എനിക്കറിയാം, മർക്കോസിനെ ഞാൻ വഴി നിർത്തിയേച്ചാണ് ഈ കാര്യം പറഞ്ഞത്. എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഇതെല്ലാം നമുക്ക് ഇനിയും ക്ലാസ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ശ്രദ്ധിച്ചേ, ഈ കാര്യം ഞാൻ പറഞ്ഞു പോകാം. 100 മുഴം നീളത്തിൽ 50 മുഴം വീതിയിൽ 5 മുഴം ഉയരത്തിലാണ് സമാഗമന കൂടാരത്തിന്റെ ചുറ്റുമതിൽ. 100 മുഴം നീളം, 50 മുഴം വീതി, 5 മുഴം ഉയരം. കണക്കൊന്നും ഇപ്പോഴും നിങ്ങൾ കേട്ടിരുന്നാൽ മതി. ഇപ്പൊ വെള്ള മറശ്ശീലയാണ് ഈ 60 തൂണുകളുമായി മറച്ചിരിക്കുന്നതിന്റെ മതില്. വെള്ള മറശ്ശീല. അതിന്റെ അകത്ത് വാതില് നീലനൂല, ധൂമ്രനൂല, ചുവപ്പുനൂല, പിരിച്ച പഞ്ഞുനൂല എന്നിവ ഉണ്ടാക്കിയ വാതിൽ മറ. ശ്രദ്ധിക്കണേ. എന്റെ ചോദ്യം, ഈ 100 മുഴം നീളം, 50 മുഴം വീതി, 5 മുഴം ഉയരത്തിൽ 60 തൂണുകളാണ് നിൽക്കുന്ന ഈ വെള്ള മറശ്ശീല. 1 മുഴം എന്ന് പറഞ്ഞാൽ 1.5 അടിയാ. അപ്പൊ 5 മുഴം എന്ന് പറഞ്ഞാൽ 7 അടി ഹൈറ്റ് വരും. 100 മുഴം എന്ന് പറഞ്ഞാൽ 150 അടി നീളം വരും. 50 മുഴം എന്ന് പറയുമ്പോൾ 75 അടി വീതി വരും. ഇത്രയും വീതിയുള്ള ഈ വെള്ള മറശ്ശീല അത് ഒരിടത്തും കട്ട് ചെയ്ത് തയ്ച്ച് ചേർത്തിട്ടില്ല. ഒറ്റ നൂലിങ്ങനെ നെയ്തെടുത്തേക്കുക. മനസ്സിലാകുന്നുണ്ടോ? ഒറ്റ നൂല് നെയ്തെടുക്കുക. നോർത്ത് ഇന്ത്യയിലൊക്കെ താമസമുള്ളവർക്ക് അറിയാം.
ഇപ്പൊ ഈ തണുപ്പ് കാലം ആകുമ്പോഴത്തേക്കിന് ഈ സ്ത്രീകളൊക്കെ നടക്കാനായിട്ട് റോഡെ കൂടെ പോകും. ഈ വഴിയെ നടന്നു പോകുമ്പോൾ അവരുടെ കൈ ഇത് ഇങ്ങനെ പോകുന്നതാണ്. എന്നാന്നറിയോ? സ്വെറ്റർ നെയ്യുന്ന ബോൾ പോലെ ഈ നൂല് കൈ കാണും, അതുകൊണ്ട് അവര് നെയ്യുന്നത്. സ്തോത്രം. മനസ്സിലായോ? അതിൽ ഒരു നൂല് അഴിഞ്ഞു പോയാൽ മൊത്തം ഇഞ്ഞു പോരും. സ്വെറ്ററിന് അങ്ങനെ നമ്മുടെ ഈ സോക്സിന്റെ ഒക്കെ ഒരു നൂല് അഴിഞ്ഞാൽ മൊത്തം ഇഞ്ഞു പോരുകയാണ് എന്ന് പറഞ്ഞ പോലെ. ഈ വെള്ളം മറച്ചില്ല ഇങ്ങനെ അങ്ങനെ നിർമ്മിച്ചെടുത്തേക്ക. ഞാൻ ഇതൊന്നും പറയാനായിട്ടില്ല. എന്റെ ചോദ്യം, ഇവർക്ക് ഈ വെള്ളം മറച്ചിൽ എവിടുന്ന് കിട്ടി? അത് പറയാനായിട്ടാ. അയ്യപ്പാച്ചിന്ന് മേടിച്ചതാണ്. ഇസ്രായേലൊക്കെ മിസ്രൈമിൽ നിന്ന് പോന്നപ്പോഴേ കൊണ്ടുവന്നതാ. ആരും എന്തോ പറഞ്ഞായിരുന്നു. കഴിഞ്ഞ എന്റെ ക്ലാസ്സിൽ ഇരുന്ന് ആരും മറുപടി പറയണ്ട, നിങ്ങൾക്കറിയാം, എനിക്കറിയാം. അല്ലാതെ ആരെങ്കിലും എന്തോ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നു. ഞാൻ കേട്ടില്ല. മിസ്രൈമിൽ നിന്ന് കൊണ്ടു. ശബ്ദം കേട്ടപ്പോൾ ആളെ പിടികിട്ടേ. താങ്ക് യു. മിസ്രൈമിൽ നിന്ന് കൊണ്ട് എന്ന് പറഞ്ഞാൽ ഈ വെള്ളം മറച്ചിലെ നെയ്തെടുത്തേക്കുക. ഈ നെയ്തെടുക്കാൻ ഇവർക്ക് എവിടെ നൂല് കിട്ടിയത്? മിസ്രൈമിൽ നിന്ന് ഇവര് പോന്നപ്പോൾ സഹോദരിമാര് ശേഖരിച്ച ഈ നൂലല്ല. മനസ്സിലായോ? മിസ്രൈമിൽ നിന്ന് പോന്നപ്പോൾ അവർ ശേഖരിച്ചാണ് ഈ നൂല്. എന്തിനാ അവർ ഈ നൂല് ശേഖരിച്ചുകൊണ്ട് പോകുന്നത്? പറയാം. 40 വർഷത്തെ യാത്രയില്ലേ ഉണ്ട്. അപ്പൊ ഇവര് പോകുമ്പോൾ ഇവർക്ക് വേണ്ട പുതപ്പ് വേണം, വസ്ത്രം വേണം, കുഞ്ഞുങ്ങൾക്കും സ്വെറ്റർ വേണം, പുതപ്പ് വേണം, അവർക്കും വസ്ത്രം വേണം. അപ്പൊ പോണ വഴിക്ക് ഇവർക്ക് ഇവരുടെ മക്കൾക്കും ഒക്കെ വേണ്ടുന്ന വസ്ത്രം നെയ്തെടുക്കാൻ വേണ്ടി ശേഖരിച്ച നൂലാണ് യഹോവയുടെ ആലയം നിർമ്മിക്കാൻ വേണ്ടി കൊണ്ടു കൊടുത്തത്. മനസ്സിലായോ? മിസ്രൈമിൽ നിന്ന് അവർ ശേഖരിച്ചുകൊണ്ടുവന്ന നൂലെല്ലാം മരുഭൂമി വെച്ച് മോശ ആലയത്തിന്റെ പണി നടക്കുന്നു പറഞ്ഞ് കേട്ടപ്പോൾ ഉടുപ്പുണ്ടാക്കാനും കമ്പിളി ഉണ്ടാക്കാനും സ്വെറ്റർ ഉണ്ടാക്കാനും ഒക്കെ വെച്ചിരുന്ന നൂലെടുത്ത് ഇവർ യഹോവയുടെ സന്നിധി കൊണ്ടു കൊടുത്തു. കണ്ടോ? അവർക്ക് തങ്ങളുടെ വസ്ത്രം ഉണ്ടാക്കാൻ ശേഖരിച്ച നൂല് യഹോവയുടെ ആലയത്തെ നിർമ്മാണത്തിന് കൊണ്ട് കൊടുത്തപ്പോൾ തമ്പുരാൻ ചോദിച്ചു, ആഹാ, ഉടുപ്പുണ്ടാക്കാൻ വെച്ചിരുന്ന നൂലാണ് ഇവിടെ കൊണ്ട് തന്നത്. അതെ, എന്നാ ഉടുപ്പിന്റെ കാര്യം ഞാൻ ഏറ്റെന്ന് പറഞ്ഞു. സ്തോത്രം. കണ്ടോ? കനാൻ നാട്ടിൽ എത്തുന്നത് വരെ ഒരെണ്ണത്തിന്റെ ഉടുപ്പ് പഴകാജന്റെ കാര്യം പിടികിട്ടിയോ? ഒരൊറ്റ ഉടുപ്പ് പഴകിയില്ല. കാരണം എന്തറിയാമോ? ഉടുപ്പുണ്ടാക്കാൻ വെച്ചിരുന്ന നൂലെടുത്താണ് അദ്ദേഹം യഹോവയുടെ ആലയത്തെ നിർമ്മാണത്തിന് കൊടുത്തത്. തമ്പുരാൻ അന്നേരം അവിടെ നോട്ട് ചെയ്തു, ഒരെണ്ണത്തിന്റെ ഉടുപ്പ് പഴകിയില്ല. ഈ സമാഗുഡാരത്തിന് പല മൂടുശീലകളുണ്ട്. അതിലേറ്റവും പുറമേ ഉള്ള മൂടുശീലയാണ് തഹശുതോല് കൊണ്ടുള്ള മൂടുശീല. ഞാൻ നമ്മുടെ ക്ലാസ്സിൽ എന്റെ പിക്ചറൊക്കെ കാണിക്കാമേ. ഇപ്പോഴല്ല, തഹശുതോല് കൊണ്ട് ബാഡ്ജസ്കിൻ എന്ന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. ചോദ്യം വീണ്ടും ആവർത്തിക്കുന്നു, ഇവർക്ക് എവിടെ നിന്നാണ് ഈ ബാഡ്ജസ്കിൻ തഹശുതോലിന്റെ എവിടുന്ന് കിട്ടി? എന്തിനു കൊണ്ടുവന്നതാ? അത് ഇവര് വന്ന വഴിക്ക് ശേഖരിച്ചതാണ്. എന്തിനു ശേഖരിച്ചതെന്നറിയാമോ? ചെരുപ്പുണ്ടാക്കാൻ. തഹശുതോല് കൊണ്ടാണ് ഈ ചെരുപ്പുണ്ടാക്കുന്നത്. ചെരുപ്പുണ്ടാക്കാൻ വെച്ചിരുന്ന തോലെടുത്താണ് യഹോവയുടെ ആലയത്തിന്റെ മൂടുശീല ഉണ്ടാക്കാൻ കൊണ്ട് കൊടുത്തത്. തമ്പുരാൻ നോക്കിപ്പാണ്ട് ചെരുപ്പുണ്ടാക്കാൻ വെച്ച തോലെടുത്ത് ആലയം പണിയാനായിട്ട് ആലയത്തിന്റെ കവറിങ്ങിന് കൊടുത്തു. തമ്പുരാൻ പറഞ്ഞു, ആഹാ, ഈ തോല് കൊണ്ടാണോ? ശരി, ചെരുപ്പിന്റെ കാര്യം ഞാൻ ഏറ്റെന്ന് പറഞ്ഞു. കാനാൻ നാട്ടിൽ എത്തുന്നത് വരെ ഒരെണ്ണത്തിന്റെ ചെരുപ്പ് തേഞ്ഞു പോയില്ല, പഴകിപ്പോയില്ല, കീറിപ്പോയില്ല. വല്ലതും മനസ്സിലായോ? ഉണ്ടായിട്ടല്ല നമ്മൾ കൊടുക്കുന്നത്. നമ്മുടെ ബാങ്ക് ഡിപ്പോസിറ്റിനകത്തും പാസ്ബുക്കിനകത്തും ഡിജിറ്റിന്റെ എണ്ണം കൂടുമ്പോഴല്ല പ്രിയരെ ദൈവനാമത്തിന് കൊടുക്കുന്നത്. ഇല്ലായ്മയുടെ നടുവിൽ ഉടുപ്പുണ്ടാക്കാനും ചെരുപ്പുണ്ടാക്കാനും മാറ്റിവെച്ചത് ദൈവനാമത്തിനുവേണ്ടി കൊടുത്തപ്പോൾ എന്തിനു മാറ്റിവെച്ചതാണോ കൊടുത്തത്? നല്ല മനസ്സോടാണ് കൊടുക്കുന്നെങ്കിൽ നീ എന്തിനു മാറ്റിവെച്ചോ ആ വിഷയത്തെ തമ്പുരാൻ തോണ്ടും. മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ സ്ഥിതിക്ക് വ്യത്യാസപ്പെട്ടതിന്റെ കാര്യം വല്ലതും പിടികിട്ടുന്നുണ്ടോ? ഞാൻ എപ്പോഴും പറയാം, ഞാനിത് പറയുമ്പം നിങ്ങൾ തെറ്റിദ്ധരിക്കുകയും ചെയ്തു. ഷാജിപ്പാസ് മർക്കോസിന്റെ കാര്യം പറഞ്ഞു അവസാനം പുള്ളി എങ്ങോട്ടായി കൊണ്ടുപോകുന്നതെന്ന് നോക്കരുത്, അല്ലേ? നിങ്ങൾ ഇനി എന്തോ ചിന്തിച്ചാലും വേണ്ടില്ല. നിങ്ങളുടെ അനുഗ്രഹത്തിന് നന്മയുടെ വഴി മുടങ്ങരുത് മാത്രം ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. വേറെ യാതൊരു തെറ്റിദ്ധാരണയും ഇതിനകത്തുണ്ടാകരുത്. ഞാൻ മണി മൈൻഡഡ് അല്ല, ഞാനിട്ട് മേടിക്കത്തൂല, അത് വേറെ കാര്യം. സ്വോത്രം. ഞാൻ പറഞ്ഞത് അതല്ല. നന്മയുടെ വഴി അടയാതിരിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിനും ദൈവനാമത്തിനും ദൈവദാസന്മാർക്കും ഒക്കെ ചെയ്യുന്നതിന്റെ കണക്ക് നോക്കുന്ന ഒരു ദൈവം
ഉയരത്തിലുണ്ട്. അതുകൊണ്ട് മറന്നു പോകണ്ടായി പറഞ്ഞത്. ഞാൻ ഉദാഹരണം പറയുമ്പോൾ നിനക്ക് കാര്യം പിടികിട്ടും. ഏലിയാവേ കെരിയത്തിൽ നിന്ന് എഴുന്നേറ്റ് നേരെ സാരഫാത്തിലേക്ക് പോകും. എനിക്ക് തമ്പുരാന്റെ ചില സൈക്കോളജി ഒട്ടും പിടി കിട്ടുന്നില്ല. ഏലിയാവ് വെള്ളം കിട്ടാതെ ഒന്ന് ചാകാൻ തുടങ്ങിയപ്പോഴാണ് സാരഫാത്തിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. അല്ലേ? താൻ ആരായിട്ട് കാണാൻ ചെല്ലുന്ന അവിടെ ഒരു സ്ത്രീയുണ്ട്, സഹോദരി. പുള്ളിക്കാരി തിന്നേക്ക് ചാകാനിരിക്കും. ഏലിയാവ് വെള്ളം കിട്ടാതെ ചാകാൻ തുടങ്ങി അവിടെ. എന്നാൽ അവിടെ ഒരെണ്ണം തിന്നേച്ച് ചാകാൻ റെഡിയായിരിക്കും. ചാകാൻ പോവുകയാണെങ്കിലും തിന്നേച്ചേ പോവുള്ളൂ. അങ്ങനെ ചില ഗുണങ്ങളുണ്ട്. സ്തോത്രം. പോട്ടെ. ഏലിയാവിനോട് ദൈവം പറഞ്ഞ് സാരഫാത്തിലേക്ക് പോകാൻ പറഞ്ഞല്ലേ, അവിടെ നിന്നെ പോറ്റേണ്ടതിന് ഞാൻ ഒരു ബലിയോട് കൽപ്പിച്ചിട്ടുണ്ട്. ഏലിയാവ് അങ്ങോട്ട് ചെന്നു. നോക്കുമ്പോൾ ഒരു സ്ത്രീ വിറക് പെറുക്കുന്നത് കണ്ടു. അവളോട് പറഞ്ഞു, എനിക്ക് കുടിക്കാൻ അല്പം വെള്ളം താ. ഞാൻ എപ്പോഴും പറയും, ചാകാൻ പോവാണെങ്കിൽ ഈ പെറുക്കി കൂട്ടുന്നതിനകത്ത് യാതൊരു കുറവുമില്ല. വിറക് പെറുക്കുക എന്തിനെന്നറിയാം, അപ്പം ഉണ്ടാക്കി തിന്നേച്ച് അവർക്ക് അവിടെ മോളോട് ചാകണം. അല്ലേ? ചാകുകയാണെങ്കിൽ ചത്താപ്പോരെ. എന്തിനു ഈ പെറുക്കി കൂട്ടേണ്ട കാര്യം വല്ലതും ഉണ്ടോ? പോട്ടെ. അതൊക്കെ സന്ദർഭം ഇതല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നീട് വേറെ വല്ല ഉപവാസപ്രാർത്ഥനയ്ക്കാണ് ഞാൻ കുറെ വിവരിച്ചു തരാറ്. അപ്പൊ അത് ക്ലാസ് ആണ്, ഞാൻ അങ്ങോട്ട് എങ്ങും പോകുന്നില്ല. കാരണം നമുക്ക് ഞാൻ പെറുക്കി കൂട്ടുകാരും കൂടുതലാണ്, അതുകൊണ്ടാണ്. പോട്ടെ. അപ്പോൾ കുടിക്കാൻ അല്പം വെള്ളം തരണമെന്ന് പറഞ്ഞു. അവൾ വെള്ളം എടുക്കാൻ പോകുമ്പോൾ ഏലിയ പുറകെ നിന്ന് വിളിച്ചു പറഞ്ഞ്, പോരുമ്പോൾ ഒരട കൂടെ കൊണ്ടുവരണം. അവൾ തിരിഞ്ഞു വെച്ച് പറഞ്ഞു, നടക്കുമെന്ന് തോന്നുന്നില്ല, കാരണം അല്പം മാവും എണ്ണയും മാത്രം ഉണ്ട്, കൊണ്ട് അട ഉണ്ടാക്കി തിന്നോട് ഞാനും മോനും മരിക്കാനിരിക്കുക. അന്നേരം ഏലിയ പറഞ്ഞു, കുഴപ്പമില്ല, നീ ആദ്യം ഒരെണ്ണം എനിക്ക് ഉണ്ടാക്കിച്ച, എന്നുവെച്ചാൽ നീയും നിന്റെ മകന് കഴിച്ചോളാൻ പറഞ്ഞു. അവൾ ചെന്ന് അതേപടി ചെയ്തു. ഞാൻ ഒരു കാര്യം പറയാനേട്ടാ, 2 എണ്ണം ഉണ്ടാക്കാനുള്ള മാവില്ല, എന്നിട്ടും ഉള്ളതിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒരെണ്ണം ഉണ്ടാക്കി കൊടുത്തു. അതുകൊണ്ട് ആ കുടുംബത്തിന്റെ സ്ഥിതി മാറി. വല്ലതും പിടി കിട്ടിയോ? കലം നിറച്ചുണ്ടായിട്ട് കൊടുക്കാൻ നിന്ന് നടക്കുകയല്ല. ഉള്ളതിൽ നിന്ന് നല്ല മനസ്സോട് കൊടുക്കുമ്പോഴാണ് ദൈവം അതിനെ വർദ്ധിപ്പിക്കുന്നത്. കണ്ടോ? അവിടെ കലത്തിലെ മാവും വർദ്ധിച്ചു, ഭരണിയിലെ എണ്ണയും വർദ്ധിച്ചു. ഒരു വർധനവ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എല്ലാം ആയിട്ടും ഉണ്ടായിട്ടും കൊടുക്കാനിരിക്കുകയല്ല, ആ ഇല്ലായ്മയുടെ നടുവിൽ നിന്ന് ദൈവനാമത്തോട് ചെലവിടുമ്പോഴാണ് ദൈവം നിങ്ങളെ ആദരിക്കുന്നത്. മറന്നു പോകരുത്. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? പിന്നെ കർത്താവ് അതുകൊണ്ടല്ലേ ഒരു വെള്ളിക്കാശിട്ട സ്ത്രീയെ അങ്ങ് അഭിനന്ദിച്ചു. അവിടെ എല്ലാം പുകയുടെ വലിപ്പമല്ല, നമ്മുടെ മൈൻഡാണ് കർത്താവ് റീഡ് ചെയ്യുന്നത്. അല്ലേ? നിങ്ങൾ ഇവിടെ ഇതൊക്കെ പറയും, വളരെ സൂക്ഷിക്കണം. ഇല്ലാഞ്ഞിട്ടല്ലേ ഉണ്ടാ തരുവോ എന്നൊക്കെ ചോദിക്കുമ്പോല്ല, ഉണ്ടാ തരുവോന്ന്. ഇല്ലാഞ്ഞിട്ടല്ലേ ഉണ്ടാ തരുവോന്ന്. കേട്ടിട്ടും പലർക്കും മനസ്സിലായില്ല, അതാ രസം. ഞാൻ പറഞ്ഞതേ, നമുക്കുണ്ടോ ഇല്ലയോ എന്നൊക്കെ നന്നായിട്ട് അറിയുന്ന ഒരു കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്, നമ്മുടെ നടുവിലുണ്ട്, നമ്മെ കാണുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു വിഷയത്തിൽ ദൈവത്തോട് നിങ്ങൾക്ക് പ്രാഗൽഭ്യം ഉണ്ടാകണം എന്നും ശരി എന്ന് മാത്രം പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുന്നു. ഞാൻ വേഗം മടങ്ങി വരികയാണ്. ഞാൻ പറഞ്ഞല്ലോ, പത്രോസും മർക്കോസിന്റെ കാര്യങ്ങൾ പറഞ്ഞ് ഗ്രഹിപ്പിക്കുമ്പോൾ തന്റെ പരാജയങ്ങൾ മാത്രമാണ് എപ്പോഴും പറഞ്ഞത്. ഒരിക്കലും തന്റെ ഫെയിലിയേഴ്സ് പറയുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചേ, പത്രോസ് 3 പ്രാവശ്യം യേശു ക്രിസ്തുവിനെ തള്ളി പറഞ്ഞില്ലേ? തള്ളി പറഞ്ഞു. പക്ഷെ പത്രോസ് യഥാസ്ഥാനപ്പെട്ട ഒരു രംഗമുണ്ട്. പക്ഷെ അത് മർക്കോസിന്റെ സുവിശേഷത്തിലില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് 3 പ്രാവശ്യം തള്ളി പറഞ്ഞ പത്രോസ് 3 പ്രാവശ്യം ഏറ്റു പറഞ്ഞ് യഥാസ്ഥാനപ്പെടുന്ന രംഗമുണ്ട്. തിബരിയാസ് കടൽക്കരയിൽ വെച്ചത് യോഹന്നാൻ 21 അധ്യായത്തിൽ മാത്രമേ ഉള്ളത്. തന്റെ ജീവിതാനുഭവം അല്ലേ അത്? അതെ. പക്ഷേ പത്രോസ് ഒരിക്കലും മർക്കോസിനെ കൂടെ അത് പറഞ്ഞ് ആ സുവിശേഷത്തിനകത്ത് അത് എഴുതിപ്പിച്ചില്ലല്ലോ. യു ഗോട്ട് ഇറ്റ്? മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ 3 പ്രാവശ്യം തള്ളി പറഞ്ഞ കാര്യം വിട്ടുപോകാതെ മർക്കോസിനെ കൊണ്ട് എഴുതിപ്പിച്ചു. പക്ഷെ 3 പ്രാവശ്യം ഏറ്റു പറഞ്ഞ യഥാസ്ഥാനപ്പെട്ട രംഗം മർക്കോസിന് പറഞ്ഞു കൊടുത്തുമില്ല, മർക്കോസിനെ കൊണ്ട് എഴുതിപ്പിച്ചുമില്ല. കണ്ടോ? തന്റെ ഫെയിലിയേഴ്സും ലാക്ക് ഓഫ് നോളജ് മാത്രമാണ് പത്രോസിന് പറയാൻ താല്പര്യം തോന്നി. എന്നെ അതിശയിപ്പിച്ച മറ്റൊരു രംഗമുണ്ട്. എന്റെ പൊന്നോ, ഉയർത്തെഴുന്നേറ്റ കർത്താവ്
ശിഷ്യന്മാരിൽ ആദ്യം പ്രത്യക്ഷനായത് പത്രോസിന്. പത്രോസ് അത് പറഞ്ഞില്ലെന്ന് മാത്രമല്ല, അപ്പോസ്തലന്മാർക്ക് ആർക്കും അത് അറിയത്തുമില്ലായിരുന്നു. ഞാൻ ആ ഭാഗം ചിന്തിച്ച് സത്യത്തിൽ അത്ഭുതപ്പെട്ടു പോയി. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാരിൽ ആദ്യം പ്രത്യക്ഷനാകുന്ന പത്രോസിനാ. പത്രോസ് ആരോടും മിണ്ടിയില്ല, ഒരിടത്തും പറഞ്ഞു നടന്നില്ല. കൂടുതൽ അപ്പോസ്തലന്മാർ ആരും അത് അറിഞ്ഞുമില്ല, അവരാരും പറഞ്ഞുമില്ല. അപ്പൊ നിങ്ങൾക്കൊരു ചിന്ത, ഷാജിപ്പാസ് എങ്ങനെ അറിഞ്ഞത്? ഞാൻ അറിഞ്ഞ കാര്യം പറയാം. എങ്ങനെ പൗലോസ് ലേഖനം എഴുതുമ്പോൾ പരിശുദ്ധാത്മാവ് പൗലോസിന് ആ വെളിപ്പാട് കൊടുത്തു. എന്നിട്ട് പൗലോസിനെ കൊണ്ടാണ് പരിശുദ്ധാത്മാവ് അത് എഴുതിപ്പിച്ചത്. എടുക്ക കൊതിക്കത് 1 ലേഖനം 15 4 വാക്യം വായിച്ചു. കൊതിക്കത് 1 ലേഖനം 15 4 വാക്യം. ഇല്ലേ? കൊരിന്ത്യർ ലേഖനം തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു. തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. കേഫാവിനും പിന്നെ 12 പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തന്നുവല്ലോ. അനന്തരം അവൻ കണ്ടോ? തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, കേഫാവിനും പിന്നെ 12 പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ. കണ്ടോ? പൗലോസിന് പരിശുദ്ധാത്മാവ് അത് വെളിപ്പെടുത്തി. അത് എഴുതിയില്ലായിരുന്നെങ്കിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാരിൽ ആദ്യം പ്രത്യക്ഷനായത് പത്രോസിനാണെന്ന് ആർക്കറിയായിരുന്നു? ഞാൻ അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് പത്രോസിനുള്ള സ്നേഹം ഭയങ്കരമായിട്ട് കൂടുക. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാരിൽ ആദ്യം പ്രത്യക്ഷനായത് പത്രോസിനാ, കേഫാവിനാ. കേഫാവ് എന്ന് പറഞ്ഞ പത്രോസ്. പക്ഷേ എനിക്കാണ് പ്രത്യക്ഷനായെന്നോ ഞാൻ കണ്ടെന്നോ പറഞ്ഞൊന്നും പിറ്റേ ദിവസം ആർട്ടിക്കിൾ എഴുതാനൊന്നും പത്രോസ് പോയില്ല, ആരോടും മിണ്ടിയില്ല. അതുകൊണ്ട് തന്നെ അപ്പോസ്തലന്മാർ 12 ആരും അറിഞ്ഞില്ല. ഞാനതാ ചോദിച്ചേ, അപ്പോസ്തലന്മാർ 12 ആരെങ്കിലും പറഞ്ഞോ പത്രോസിനാണ് ആദ്യം പ്രത്യക്ഷനായെന്ന്? ഇല്ല. കൊരിന്ത്യയിലുള്ള വിശ്വാസികൾക്ക് പൗലോസ് ലേഖനം എഴുതുമ്പോൾ പരിശുദ്ധാത്മാവ് തനിക്ക് കൊടുത്ത വെളിപ്പാടനുസരിച്ചാണ് പൗലോസ് അത് എഴുതിയത്. കണ്ടോ? പത്രോസ് പറഞ്ഞു കേട്ടിട്ടല്ല. പിന്നീട് പൗലോസും പത്രോസും തമ്മിൽ ഒരുപാട് സംഭാഷണം ഉണ്ടാകുന്നുണ്ട്, ആരും ഉണ്ടാകുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. മനസ്സിലായോ? ആദ്യം പ്രത്യക്ഷനായത് പത്രോസിന്. യെസ്, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് കേഫാവിനും പിന്നെ 12 കേഫാവിന് അഥവാ പത്രോസിന് പ്രത്യക്ഷനായതിനു ശേഷമാണ് ബാക്കി 12 പിന്നെ പ്രത്യക്ഷനാകുന്നത്. പക്ഷെ അത് ഒരിക്കൽ പോലും തന്റെ സുവിശേഷത്തിൽ എഴുതണമെന്ന് പത്രോസ് പറഞ്ഞില്ല എന്ന് മാത്രമല്ല, പത്രോസ് 2 ലേഖനം എഴുതിയല്ലോ, അതിനകത്തും പറഞ്ഞില്ല. ചുരുക്കി പറഞ്ഞാൽ തിരുവചനത്തിലെ പത്രോസിന്റെ വാചകം പൗലൂസിന്റെ വാചകം വളരെ ആപ്റ്റാണ്. ഞാനാകുന്നത് കൃപയാലാകുന്നു എന്ന് പറഞ്ഞാൽ പത്രോസ് ഉദ്ദേശിച്ചത് എന്റെ ജീവിതത്തിൽ വീഴ്ചകളും പാളിച്ചകളും കുറവുകളുമല്ലാതെ നന്മ പറയാൻ ഒന്നുമില്ല, ഞാനാകുന്നത് കൃപയാലാകുന്നു എന്ന് മാത്രമാണ് പത്രോസ് സ്വയം തന്നെ കുറിച്ച് സാക്ഷീകരിക്കുന്നത്. കർത്താവുമായ ജീവിതം തട്ടിച്ചു നോക്കുമ്പോൾ വീഴ്ചകളും കുറവുകളും ഇല്ലായ്മകളും വല്ലായ്മയും അല്ലാതെ മറ്റൊന്നും പത്രോസിന് പറയാനായിട്ടില്ല. എന്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കട്ടെ. മറക്കരുത്, ജീവിതത്തിൽ ഒരു നല്ല പാഠമായി, ഒരു നല്ല ചലഞ്ചായി ഈ ഭാഗം നിങ്ങൾ ഏറ്റെടുക്കണം. ഒരിക്കൽ പോലും പത്രോസ് ഒന്നാമനാകാനുള്ള ചിന്ത വെച്ച് മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠനാണെന്ന് കാണിക്കാൻ ഒരു കാര്യവും പുകഴ്ചയ്ക്ക് വേണ്ടി, പേര് കിട്ടാൻ വേണ്ടി, 4 പേരുടെ സദസ്സിൽ ആളാകാൻ വേണ്ടി, കേമനാണെന്ന് കാണിക്കാൻ ഒരിക്കൽ പോലും പത്രോസ് അത് ചെയ്തിട്ടില്ല. നമ്മുടെ ജീവിതത്തിലും
ഈ നല്ല മാതൃക പിൻപറ്റാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞാൻ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കും. ദൈവം വെച്ചാൽ ബാക്കിയുള്ള ഭാഗം നമുക്ക് വീണ്ടും തിങ്കളാഴ്ച 2 ദിവസത്തെ ഗ്യാപ്പല്ലേ ഉള്ളൂ. തിങ്കളാഴ്ച വീണ്ടും നമുക്ക് ഒരുമിച്ച് കൂടാം. അതുവരെ ദൈവം നമ്മെ സൂക്ഷിക്കട്ടെ. എല്ലാവർക്കും നന്ദി. ദൈവം നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു.